അത് സന്തോഷമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ തമ്മാടി കൂട്ടം ഇത് അവരുടെ മതത്തെ നമ്മളങ്ങനെ സംഭവം. കേരളത്തിൽ നടന്നൊരു ചെറിയ സംഗതി അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ മേക്കൈ നേടിയപ്പോ ഷിയായിസം എല്ലാം കൂടെ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ കുറെ ആൾക്കാർ തരീഖത്തിന്റെ പേരിൽ നടക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ CH മുസ്തഫ പോലുള്ളവരൊക്കെ ശ്രമിക്കും. ഷിയാക്കളിൽ നമുക്കറിയാം ടീമിന്റെ പ്രത്യേകത അലീബിൻ അബീ ത്വാലിബ് തങ്ങളും മുത്തറസൂലും ഒരേ പദയെന്നാണ് അവർ പറയുന്നത്. രണ്ട് കാക്കനെ കാണാൻ വേണ്ടി തിരിച്ചറിയുന്നു. ഒരു കാക്ക നമ്മുടെ വീട്ടിലേക്ക് രാവിലെ വരാം, ഉച്ചക്ക് അതിന് വന്നു, വൈകിട്ട് അതിന് വന്നു. ഇത് ഒരേ കാക്കയാണ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? കാക്കകൾ പരസ്പരം അത്രമേ സാദൃശ്യമാണ്. രണ്ട് കാക്കനെ അതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ വലിയ പണിയില്ല. നബിതങ്ങളും അന്യായതങ്ങളും അങ്ങനെയായിരുന്നു. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായിട്ട് ഇങ്ങനെ നടന്നപ്പോ നബിതങ്ങളാണ് എന്നുള്ള ധാരണയിൽ അലീബിൻ അബീ ത്വാലിബ് തങ്ങൾക്ക് കൊടുത്തുപോയി. അങ്ങനെയാണ് അലിയാർക്ക് കൊടുക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തുപോയി എന്നുള്ളത്. ശരിക്കും അലിയാരായിരുന്നു ആവുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവാചകമായി ആദർശികമായിട്ട് ജിബ്രീലിന് അഡ്രസ് മാറിയിട്ടോ മറ്റോ ലഭ്യമായതല്ല. ആദം നബി മുതൽ എല്ലാ പ്രവാചകന്മാരും അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പ്രവചിച്ചു. അവരുടെയൊക്കെ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ വരികയാണെങ്കിൽ നിങ്ങൾ ആ റസൂലിനെ വിശ്വസിക്കണമെന്ന് അല്ലാഹു പ്രവാചകന്മാരിൽ നിന്ന് കരാർ വാങ്ങുകയും ചെയ്തു. വിശദീകരിച്ചത് പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ അടുത്ത് ഇങ്ങനെ അറബി കൂടുതൽ ഉപയോഗിച്ച് സമയം കളയാൻ അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് പറയുന്ന ആയത്തിൽ ദീർഘമായ ആയത്താണ്. 3-4 വരികളുടെ കാര്യം. അല്ലാഹു എല്ലാ നബിമാരിൽ നിന്നും കരാറ് വാങ്ങി നിങ്ങളുടെ കാലത്ത് ഹബീബായ നബിതങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേക്കണം. നമ്മളോട് പറഞ്ഞു തരും ചെയ്തിട്ടില്ല. മൂസാ നബി ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ പിന്തുടരലേ നമ്മളിലേക്ക് പറ്റുള്ളൂ. മൂസാ നബി ജീവിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ നബിനെ പിന്തുടരാനേ പറ്റും. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അവരുടെ അനുയായികളോട് പ്രവചിച്ചതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം. നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പഴം തിന്ന വിഷയം ഉണ്ടായപ്പോ പടച്ചറപ്പിനോട് തൗബ തേടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസരമാക്കിയിട്ടാണ്. എപ്പോഴും ചെല്ലുന്നത് നബി അലൈഹിസ്സലാം റസൂലിനെ കൊണ്ട് അവസരമാക്കി അത് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഞാൻ ചിന്തിക്കാത്ത മുഹമ്മദ് നബിയെ താങ്കൾ മനസ്സിലാക്കിയത്? മുഹമ്മദ് നബിയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് മാപ്പാക്കണമെന്ന് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടില്ലാത്ത മുഹമ്മദ് നബിയെ എങ്ങനെ താങ്കൾ മനസ്സിലാക്കി എന്നുള്ള ചോദിക്കുന്നുണ്ട്. അതൊക്കെ അറിയട്ടല്ല, അവരൊന്നും മനസ്സിലാക്കൂല. അത്യാവശ്യം അടിസ്ഥാനപരമായ ഇൽമുകളുള്ള ഒരു സദസ്സാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയുടെ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആദം നബിയോട് അങ്ങനെ ചോദിക്കുന്നു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്നെ സൃഷ്ടിച്ചിട്ട് ഞാൻ അർശിന്റെ മുകളിലേക്ക് നോക്കി, ആ അർശിനുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ആ അർശിനുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചു. ഞാൻ വിചാരിച്ചു നിന്റെ പേരിനോടൊപ്പം നീ ഷഹാദത്ത് ചേർത്ത് എഴുതി വെക്കുന്ന ഒരു പേര് നിന്റെ ഏറ്റവും ഇഷ്ടക്കാരൻ്റെതായിരിക്കും, നിന്റെ ഏറ്റവും കുഴപ്പക്കാരൻ്റെതായിരിക്കും. ആ പേര് ഉപയോഗിച്ച് അദ്ദേഹത്തെ മുന്നിൽ നിർത്തി തവസ്സലാക്കിയാൽ ഉത്തരം കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ തവസ്സലാക്കിയത്. ഇത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുമായി മദീനയിലേക്ക് വലിയൊരു സഹാബി വൃന്ദം ആ സമയത്ത് മദീനയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്നാമത്തെ മാസം അവിടുന്ന് എസ്രിബിലേക്ക് എത്തി നിരന്തരമായി അധ്വാനിച്ച വലിയൊരു സമൂഹം മുസ്ലിങ്ങളുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ നിർവഹിക്കുന്നതിന്റെ മുന്നേ ജുമുഅ നിർവഹിച്ച മദീനക്കാരുണ്ടായിരുന്നു. മുസ്അബ് ഇബ്നു ഉമൈർ തങ്ങളുടെ പ്രവർത്തന ഫലമായി മദീനയിൽ ഇഷ്ടം പോലെ മുസ്ലിങ്ങളുണ്ടായിരുന്നു. വലിയ ഗോത്ര നേതാക്കളൊക്കെ
ആദ്യമായി ജുമഅക്ക് നേതൃത്വം കൊടുത്തത് റസൂലല്ല, സഅദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹുവാണ്. കാരണം റസൂൽ താമസിക്കുന്ന മക്കത്ത് ജുമഅയുടെ നിബന്ധന ഉണ്ട്. 40 ആളുകൾ പരസ്യമായി ഒരുമിച്ച് കൂടി നിർവഹിക്കേണ്ടതാണ് ജുമഅ. അതിനവിടെ സ്വാതന്ത്ര്യമില്ലായിരുന്നു. ഒന്നാമതായി ജുമഅ നിർവഹിക്കുന്നത് മദീനയിലാണ്. സഅദ് ഇബ്നു സുറാറ റളിയല്ലാഹു അൻഹു നബിയുടെ ഹിജ്റയെ കുറിച്ചുള്ള വിവരം വന്നപ്പോൾ എല്ലാ ദിവസവും രാവിലെ അവരങ്ങനെ മദീനയുടെ അതിർത്തിയിലേക്ക് എത്തി. നബിയുമാൻ ഹബീബിന മുഹമ്മദ് റസൂലുള്ളാഹി ഹിജ്റയുമായി വരുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ റസൂൽ ഞങ്ങൾ ഹിജ്റയുമായി കടന്നു വരുന്നു. ഓരോ സഹാബിവര്യനും ആഗ്രഹിച്ചു എൻ്റെ വീട്ടിൽ റസൂലുള്ളാഹി താമസിക്കണം. പലരും നബിയുടെ മുമ്പിൽ ആ മോഹം ഉന്നയിക്കുകയും ചെയ്യും. എൻ്റെ വീട്ടിൽ താമസിക്കണം, എൻ്റെ വീട്ടിൽ താമസിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവരോടൊക്കെ ആയിട്ട് പറഞ്ഞു, എൻ്റെ ഒട്ടകത്തിന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് താമസിക്കേണ്ടത് ആ വീട്ടിന്റെ മുറ്റത്ത് പോയി ഒട്ടകം കിടക്കും, ഒട്ടുകുത്തു. സാബിയന്മാർ പ്രതീക്ഷാപൂർവ്വം ഓരോരുത്തരും എൻ്റെ വീട്ടിലേക്ക് ഒട്ടകം കയറണമെന്ന് കരുതി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒട്ടകത്തിന്റെ പുറകെ ഇങ്ങനെ സഞ്ചരിച്ചു. അവസാനം എല്ലാവരുടെയും പ്രതീക്ഷ, മറ്റുള്ളവരുടെ ഒക്കെ പ്രതീക്ഷ, അവരുടെ പ്രാർത്ഥനക്ക് വെറുതെയായിക്കൊണ്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒട്ടകം കയറുന്നുണ്ട്. ആ മുറ്റത്ത് കിടന്നു. എന്തുകൊണ്ടാണ് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്? എന്തുകൊണ്ടാണ് മറ്റു വീട്ടിലൊന്നും കയറാതിരുന്നത്? അബൂ അയ്യൂബ് അൻസാരിയുടെ വീട് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി 1000 വർഷം മുന്നേ ഉമർ രാജാവ് നിർമ്മിച്ചതാണ്. ഞാൻ പറഞ്ഞത് പെട്ടെന്ന് ഒരാൾക്കാണ് ഉപത്തിലിട്ട് റസൂലായി പോയതല്ല. ഉമർ രാജാവ് തന്നെ സൈന്യവുമായി ലോകം കീഴടക്കുന്നതിന്റെ ഭാഗമായി യസ്രിബിൽ എത്തുന്നു. അദ്ദേഹം മദീന, പണ്ടതിന്റെ പേര് യസ്രിബ്. ആ യസ്രിബിൽ യുദ്ധം തുടങ്ങാനിരിക്കുമ്പോ ചില വേദ പണ്ഡിതന്മാർ പോയി അദ്ദേഹത്തോട് പറയുന്നു, ഇവിടെ ഒരു അനർത്ഥം ഉണ്ടാക്കുന്നത്, ഇത് ശാന്തതയോടാണ്. എല്ലാവരും കാത്തിരിക്കുന്ന മഹാപ്രവാചകൻ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭരണം ഇവിടെയാണ് സ്ഥാപിക്കപ്പെടുക. അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക് എല്ലായിടത്തും എത്തിച്ചേരുന്നത് ഈ ഭൂമിയിൽ നിന്നായിരുന്നു. അതുകൊണ്ട് ഇവിടെ അതിക്രമം കാണിക്കരുത്, അത് താങ്കളുടെ കുലം നശിക്കുമെന്ന് അന്നത്തെ കുറെ പുരോഹിതന്മാർ തുപ്പായി രാജാവിനോട് അറിയിച്ചപ്പോ അദ്ദേഹം അത് അംഗീകരിക്കുകയും എങ്കിൽ ആ നബിക്ക് താമസിക്കാൻ വേണ്ടി ഞാനൊരു ഭവനം നിർമ്മിക്കുമെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ചെയ്തു. അദ്ദേഹം അന്നത്തെ നിൽക്കുന്നത് വളരെ കെട്ടുറപ്പുള്ള മനോഹരമായ ഒരു വീട് നിർമ്മിച്ചു. 2 തട്ടുകൾ വീട്. 6 മാസത്തോളം അതിന്റെ അടിയിൽ വെച്ചായിരുന്നു തന്റെ ദീനീ കാര്യങ്ങൾ നടത്തിയത്. കാലങ്ങളായി അതിനെ കൈമാറി അതിന് അറ്റകുറ്റപ്പണികളൊക്കെ നിർവഹിച്ച് ഓരോരുത്തരായിട്ട് സംരക്ഷിച്ചു പോകുന്നു. അവസാനം അബൂ അയ്യൂബ് അൻസാരി തങ്ങളുടെ കൈവശം അതെത്തിച്ചേർന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വിധത്തിൽ അത് സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ മഹാപ്രവാചകർ അവിടുന്ന് അബൂ അയ്യൂബ് അൻസാരിയുടെ വീട്ടിൽ താമസമാകുന്നു. ചരിത്രത്തിന്റെ ഒരു കൗതുകം നമ്മൾ അറിഞ്ഞു. 1000 വർഷം മുന്നേ നിർമ്മിക്കപ്പെട്ട അതേ ഭവനത്തിലേക്ക് റസൂലിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് ആ ഭവനം. ഒന്നുകൂടെ നമുക്കൊന്ന് വ്യാപകമായിട്ട് പറയാം. ആ ഭവനം മാത്രമല്ല, ഈ മഹാപ്രപഞ്ചം മൊത്തവും അല്ലാഹുവിന്റെ റസൂൽ വരുന്നു എന്ന് കരുതി പടച്ചറബ് സൃഷ്ടിച്ചതാണ്. 35 ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് അല്ലാഹു പറയുന്ന ഒരു പ്രത്യേകമായ അങ്ങയെ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയായിരുന്നു. നമ്മൾ റസൂൽ തങ്ങളോട് എങ്ങനെയൊക്കെ കടപ്പെടണം എന്നതിനെ കുറിച്ചാണ് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നത്. ഈ മഹാപ്രപഞ്ചം നമ്മുടെ ഭൂമിയെ മനസ്സിലാക്കരുത്. ഭൂമിയേക്കാൾ എത്രയോ 10,000 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹങ്ങളുണ്ട്. ജൂപ്പിറ്ററിനെ പോലെയുള്ള, വ്യാഴത്തെ പോലെയുള്ള കുഞ്ഞു നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്ര കൂട്ടങ്ങളുണ്ട്. അതൊക്കെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. ചെറിയ ഗാലക്സിയിൽ 1000 കോടി നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതാണ് ഉള്ളൻ ഗാലക്സികൾ. വലിയ ഗാലക്സികളെ 1,00,000 കോടിയോളമൊക്കെ നക്ഷത്രങ്ങൾ ഉണ്ടാവും.
പുറത്തൊന്ന് സങ്കല്പിച്ചു അള്ളാഹുന്റെ സത്യമായി പോകും. ലക്ഷം നക്ഷത്രങ്ങളെ കുറിച്ച് എന്താണ് നമ്മൾ പറയുന്നത്? 1,00,000 കോടി നക്ഷത്രങ്ങൾ. അങ്ങനെയുള്ള 20,000 കോടി ഗാലക്സികളുടെ ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് കാണുന്നത്. അത്രയൊന്നും നമ്മളെ ചിന്ത പോലും അവിടുത്തെ വിധം വ്യാപകം, അത്ര വിശാലം. അതിൽപ്പെടുന്ന ചെറിയൊരു ബിന്ദു മാത്രമാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിയിലാണ് മനുഷ്യവാസമാകുന്നത്. ഈ ഭൂമിയിലാണ് അല്ലാഹു ഓക്സിജൻ ഇറക്കിയത്. ഈ ഭൂമിയിലാണ് ജലസമൃദ്ധി ഉള്ളത്. ഇവിടെയാണ് ചെടികളും കാര്യങ്ങളും വളരുന്നത്. ഇതൊക്കെ അല്ലാഹു അനുഗ്രഹിച്ചു. നമ്മുടെ റസൂൽ വരുന്നുണ്ട് എന്നതിന്റെ മുന്നോടിയായി സേവിച്ചു വെച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കാൻ അല്ലാഹു ആഗ്രഹിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ സൃഷ്ടിക്കൂലെന്ന് പടച്ച റബ്ബ് അഭിമാനിതങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ അറിയിച്ചു. അപ്പൊ നമ്മളുണ്ടായത്, നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായത്, അതിന്റെ ഉണ്ടായത്, പ്രപഞ്ചം ഉണ്ടായത്, യുറാനസും നെപ്റ്റൂണും പ്ലൂട്ടോയും ജൂപ്പിറ്ററും ഉണ്ടായത് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി. കവിതയിലും പാട്ടിലൊക്കെ ഇങ്ങനെ പറയും, ഈ ചെമ്പകപ്പൂ വിരിഞ്ഞത് റസൂലിനെ സ്മെല്ല് ചെയ്യാനാണ് അല്ലേ? ആകാശത്തിന്റെ മുറ്റത്ത് അമ്പിളി വന്നത് റസൂലിനെ കാണാനാണ്. കവിയുടെ ഭാവനയിൽപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അത് മാത്രമൊന്നുമല്ല, ഞാൻ ആവർത്തിക്കുന്നതിന്റെ ഈ മഹാപ്രപഞ്ചത്തിൽ ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടത് റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടിയാണ്. ഈ റസൂലിന്റെ ഉമ്മത്തികളായി എന്നതാണ് അല്ലാഹു നമുക്ക് നൽകിയ വലിയ സന്തോഷം, ഭാഗ്യം. لما دعا الله داعينا لملته بأكرم الرسل كنا أكرم الأمم. അല്ലാഹു ഈ ദീനിലേക്ക് നമ്മളെ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലിനെ കൊണ്ട് ക്ഷണിച്ചപ്പോ നമ്മൾ ഏറ്റവും ശ്രേഷ്ഠരായ ഉമ്മത്തികളായി തീർന്നു. സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗം ഈ ഉമ്മത്തിനെ കുറിച്ച് അല്ലാഹു പറയുന്ന മഹത്വം ഖുർആൻ മനോഹരമായ ഖുർആൻ പറയുന്നു. ഇവിടുന്ന് ആദ്യഘട്ടത്തിലൊക്കെ മടിയണിച്ച് അങ്ങേക്കല്ലേ ഖുർആൻ അവതരണമായത്, ഞാൻ ഓതിത്തരണോ എന്ന് ചോദിക്കുന്നു. പിന്നെയും നിർബന്ധിച്ചു. ഖുർആൻ കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമാണ്. നിർദ്ദേശം മാനിച്ച് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ സൂറത്തുൽ നിസാ ഓതാൻ തുടങ്ങി. ഓതി അതിന്റെ 40-41 വചനത്തിലെത്തി. فإذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. എല്ലാ ഉമ്മത്തികളെയും നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരും. അവരുടെയൊക്കെയും മേൽ സാക്ഷ്യം പറയാൻ അങ്ങയുടെ ഉമ്മത്തിന് അല്ലാഹു കൊണ്ടുവരും. അങ്ങയുടെ ഉമ്മത്തിനും മറ്റുള്ള എല്ലാ ഉമ്മത്തിന്റെയും മേൽ സാക്ഷ്യം പറയാൻ വേണ്ടി അങ്ങ് കടന്നു വരുന്ന പ്രത്യേകമായ സന്ദർഭമുണ്ട്. അതേക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുന്നു. എപ്പോഴെങ്ങനെ ഉണ്ടാവും? എല്ലാ പ്രവാചകന്മാരും ദഅവത്ത് നടത്തിയത് ശരിയാണെന്നതിന്റെ തെളിവായി ഞാൻ നിങ്ങളുടെ കുടുംബത്തിന് അല്ലാഹു കൊണ്ടുവരും. നമ്മളാണ് സാക്ഷ്യം. ഈസാ നബി പറഞ്ഞ ദഅവത്ത് ശരിയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു അറിയട്ടെ, ഈസാ നബിയെ ദൈവാക്കി ഇക്കാലത്ത് പഴച്ചുപോയ അനുയായികളെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്നത്, നരകത്തിലേക്ക് ഇടുന്നത് എന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടി റബ്ബ് തആല നീതിപൂർവ്വം വിചാരണ നടത്തുന്നത് വെച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു ചോദിക്കുന്നു. സൂറത്തുൽ മാഇദയുടെ 116-17 വാക്യങ്ങളിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. ഇത് ഖാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. എന്നെ കൂടാതെ താങ്കളെയും താങ്കളുടെ ഉമ്മയാകുന്ന മറിയം ബീവിയെയും ദൈവങ്ങളായി ആരാധിക്കാൻ താങ്കളായിരുന്നു ആ സമൂഹത്തിനോട് പറഞ്ഞത് എന്ന് അല്ലാഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു. ഈസാ നബി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം! റബ്ബേ, നീ പറഞ്ഞതല്ലാതെ ഞാൻ അവരോട് പറഞ്ഞിട്ടേ ഇല്ല. എനിക്ക് അറിവില്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാണ്? റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ഞാൻ പറഞ്ഞു സാക്ഷികളെ കൊണ്ടുവരാൻ പറയും. ആരാണ് സാക്ഷികൾ എന്ന് അന്വേഷിക്കും. സർവ്വമുഫസ്സിരീങ്ങളും വിശദീകരിക്കുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം തന്റെ അനുയായികളാണ് അവകാശപ്പെടുന്നവരിലേക്കല്ല വിരച്ചുകൊണ്ടില്ല, മറിച്ച് ഞാനും നിങ്ങളും കടന്നുന്ന ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് വിരച്ചുകൊണ്ടിരുന്നു. മുഹമ്മദീയ സമൂഹം ഞാൻ നടത്തിയ
സത്യസന്ധമാണ്, ദഅവത്താണ് എന്ന് സാക്ഷ്യം വഹിക്കുമെന്ന് നമ്മളെ ചൂണ്ടി ഈസാ നബി അലൈഹി സ്വലാം പറയുന്നു. അത് നമ്മളെ കൊണ്ടുപോകും. പൂർവിക പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ റൂഹുല്ലാഹി എന്നറിയപ്പെടുന്ന ഈസാ നബിയുടെ ദഅവത്ത് സമ്പൂർണ്ണമായിരുന്നു എന്നതിന് തെളിവ് പറയാൻ ഞാൻ നിങ്ങളും മഹ്ശറിൽ എത്തിച്ചേരും. നമ്മളോട് ചോദിക്കും, ഈസാ നബി സത്യസന്ധമായിരുന്നു പറയും, നിങ്ങളെ കാലത്തിൽ അവനെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് ചോദിക്കും. ആ സമയത്ത് നമ്മൾ ഞങ്ങളുടെ നായകൻ മുഹമ്മദ് റസൂൽ ഞങ്ങൾക്കത് പറഞ്ഞു തന്നു എന്ന് അല്ലാഹുവിനെ അറിയിക്കും. എന്തൊരു സന്തോഷമായിരിക്കും ആലോചിച്ചു. പൂർവികരിൽ ശ്രേഷ്ഠരാകുന്ന പ്രവാചകന്മാർ നടത്തിയ ദഅവത്ത് സത്യസന്ധമായിരുന്നു എന്നതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പടച്ച റബ്ബ് നിങ്ങളെയും കൊണ്ടുപോകും. നമ്മുടെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കാതെ പോകരുത്. അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ വല്ലാതെ പ്രശ്നക്കാരായി മാറുന്നത്. അങ്ങോട്ട് ഞാൻ കടന്നു വരുന്നുണ്ട്. മറ്റുള്ള പ്രവാചകന്മാരുടെ ദഅവത്തിന്റെ സ്ഥിരീകരണത്തിന് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തന്റെ വേദമാകുന്ന ഖുർആൻ വായിച്ചപ്പോ വിശുദ്ധരായ ഒരു സമൂഹത്തെ കുറിച്ച് കാണുകയും ആ സമൂഹത്തെ ഉമ്മത്തികളാക്കണമെന്ന് പല പല പോയിന്റുകൾ മുന്നിൽ വെച്ച് അല്ലാഹുവിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത്. ഓരോ പ്രാർത്ഥന മൂസാ നബി നടത്തുമ്പോഴും അല്ലാഹു അത് നിങ്ങളുടെ ഉമ്മത്തികളല്ല, പിന്നീട് വരാനുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളാണ് എന്ന് പ്രത്യേകം പറയുന്നു. പുറത്ത് വായിക്കുമ്പോൾ മൂസാ നബി അതിലൊരു ഉമ്മത്തിനെ കാണാം. ഓരോ വിശേഷണം ഇങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ വേറെ ഉമ്മത്തികളാണ് എന്നിട്ട് മൂസാ നബി അവരെ എല്ലാ ഉമ്മത്തികളാക്കി തരാമെന്ന് പറയാണ്. ഒന്നാമതായി മൂസാ നബി പറയുന്നത് അവസാനമായി അവർ ലോകത്തേക്ക് വരും, ഒന്നാമതായി സ്വർഗ്ഗത്തിലേക്ക് പോകും, ആ ഉമ്മത്തിനെ എന്റെ ഉമ്മത്തികളാക്കണമെന്നാണ് നമ്മളൊരു മഹാഭാഗ്യം. അവസാനമായാണ് നമ്മൾ ലോകത്തേക്ക് വരുന്നത്. അവസാനമായി കടന്നു വരുമെങ്കിലും നമ്മുടെ പ്രത്യേകത എന്താണ്? ആദ്യമായി നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നു. അല്ലാഹു പറയുമ്പോൾ അങ്ങയുടെ ഉമ്മത്തികളല്ല, പിന്നീട് വരാനുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളാണ്. പിന്നെയും ഖുർആൻ വായിക്കും. ആ സമയത്ത് ഉമ്മത്തികളെ കാണുന്നു. അവിടെ അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ച റബ്ബേ അവരുടെ വേദം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ കാണുന്നു, അവരെ എന്റെ ഉമ്മത്തികളാക്കി തരണം. നബിയുടെ സമൂഹത്തിന് ഖുർആൻ വായിക്കുന്ന പരിപാടി പോലെ ഉമ്മത്തികളൊക്കെ അവരുടെ വേദങ്ങൾ കാണാതെ പഠിക്കാറില്ലായിരുന്നു. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് അവരുടെ ഖുർആൻ ഏകദേശം 604-605 പേജുള്ള വലിയ ഗ്രന്ഥം മുഴുവൻ കാണാതെ പഠിച്ച 2 കോടി ചില്ലാൻ വിശ്വാസികൾ ഈ സമൂഹത്തിലുണ്ടെന്നുള്ളത്. ചെറുപ്പക്കാരൻ ആലോചിച്ചോണം. ചെറിയ 27 പുസ്തകങ്ങളാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ, കുഞ്ഞു പുസ്തകം ആപത്തറ. അത് കാണാതെ പഠിച്ച ഒറ്റയാൾ ക്രൈസ്തവ ലോകത്തില്ല, ഇന്നില്ല, അതിന്റെ മുന്നേ കഴിഞ്ഞ് പോയിട്ടില്ല. അത് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും ഇന്നവരോട് നമ്മളെവിടെയൊക്കെ സഞ്ചരിക്കാം. ഏറ്റവും കൂടുതൽ കത്തോലിക്ക ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന 2ാമത്തെ സ്ഥലം കോട്ടയത്തെ പാലയാണ്. 1ാമത്തേത് അത്തിക്കണം പോകുന്നത്. ആ കോട്ടയത്ത് പാലയിലൂടെ എത്ര വട്ടം പോയിട്ടുണ്ടോ നമ്മൾ? ഞാനെന്തായാലും പല പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഒന്നും വലിയ ബൈബിൾ എന്ന് പറയുന്നത് കോളേജിലാണ്. ബൈബിൾ കാണാതെ കോളേജ് ഉണ്ടാവില്ല. നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൽ ആലോചിച്ച് നമുക്ക് എത്ര അക്ഷരങ്ങളുണ്ടോ? ലോകത്താകമാനം 2 കോടിയിലേറെ അക്ഷരങ്ങളാണ്. ഏതെങ്കിലും ഒരു ഭരണാധികാരി ഒന്ന് ഖുർആൻ മൊത്തം നശിപ്പിച്ചു സങ്കല്പിക്കുക. ഖുർആന്റെ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കാത്ത വിധം അയാൾ എന്തോ ഒരു യന്ത്രം കണ്ടുപിടിച്ചു. നമ്മുടെ കയ്യിൽ നിന്ന് ഖുർആൻ നഷ്ടപ്പെട്ടു എന്ന് കരുതി ആൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. നേരെ പൊളിക്കുമ്പോഴേക്ക് ഖുർആൻ നമുക്ക് ആയിരക്കണക്കിന് പ്രതികൾ പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഏത് സോഫ്റ്റ്വെയർ ഉണ്ട്? ഒരു 2 കോടി ചില്ലാനം ആഫ്രിക്കയുടെ ഹൃദയത്തിൽ നിന്ന് ഖുർആനെ മാറ്റാൻ കഴിയില്ല. മൂസാ നബി ഇതാണ് മുന്നിൽ വരുന്നത്. പടച്ച റബ്ബേ അവരുടെ വേദം അവർ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കും, ആ സമൂഹത്തിനെ എന്റെ ഉമ്മത്തികളാക്കി തരണം. പടച്ച റബ്ബ് പഴയ മറുപടി തന്നെ പറയും, തങ്ങളുടെ ഉമ്മത്തികളല്ല, പിന്നീട് വരാനുള്ള മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളാണ്. അവർ നന്മ കൽപ്പിക്കും, തിന്മ വിരോധിക്കും. മറ്റൊരു ഉപദേശ വിശേഷമാണ് ഒരു നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കും, തിന്മ വിരോധിക്കും. അത് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത. ബനീ ഇസ്രായേലിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ പൂർവികരുടെ പ്രത്യേകത
അവര് നബിമാര് തുടരെ വന്നുകൊണ്ടിരുന്നു. ഒരു നബി മരിക്കുമ്പോൾ മറ്റൊരു നബി വരും. ഈ ഉപദേശങ്ങളൊക്കെ നബിമാർ വഴിയാണ് നടന്നു പോകുന്നത്. അപൂർവ സന്ദർഭങ്ങളിൽ പുരോഹിതന്മാർ അത് ചേർത്ത്, അല്ലാതെ സമൂഹം ഒന്നിച്ച് ഉപദേശിക്കുന്ന രീതിയില്ലായിരുന്നു. ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശം നിർദ്ദേശകാര്യം. എന്റെ താത്വിക വശത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ അവസാനത്തെ നബി. ഇനി ഖിയാമത്ത് നാൾ എന്ത് സംഭവിക്കുന്നു അതുവരെയുള്ള പ്രവാചക റസൂലാണ്. വേദം പരിശുദ്ധ ഖുർആനാണ്. ഫിഖ് ഗ്രന്ഥങ്ങൾ നമ്മുടെ പത്രങ്ങളിലും മഹല്ലയും ഖുലാസയും തന്നെയാണ്. വളർന്നു വരാനില്ല. ഈ ഗ്രന്ഥങ്ങൾ ഇനി ഉണ്ടായി. പ്രവാചകർ വളർന്നു വരാനില്ല. ഖുർആൻ വേറെ വേദം അവതരിക്കാനേ ഇല്ല. ഈ ഖിയാമത്ത് നാൾ എന്ത് സംഭവിക്കുന്നു? ചില ആളുകളുടെ പ്രഭാഷണത്തിൽ കേട്ടാൽ ഇപ്പൊ അടുത്ത 2-3 ദിവസം കൊണ്ട് സംഭവിക്കുന്നു. അത് തെറ്റിദ്ധരിക്കരുത്. കുറേ അതുവരെ കബറിൽ തന്നെ കിടക്കേണ്ട ഒരു സുഹൃത്തുക്കൾക്ക് ഓർമ്മ പറഞ്ഞത്. കബറിൽ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് സുഹൃത്തുക്കൾക്ക് ദിവസം ഇതിപ്പോ തീർന്നു. കുറെ കാലം ഇനിയും വരും. അതുവരെയും ദീന് നിലനിൽക്കണം. നബിമാര് വരും. അതിന് അല്ലാഹു നടപ്പിലാക്കിയ ശാസ്ത്രീയമായ സംവിധാനമാണ്. ഈ ഉമ്മത്തിൽ എല്ലാവരും നന്മ കൽപ്പിക്കാൻ ബാധ്യസ്ഥരാണ്, തിന്മ വിരോധിക്കാൻ ബാധ്യസ്ഥരാണ്. തിന്മ വിരോധിക്കലും നന്മ കൽപ്പിക്കലും ഈ ഉമ്മത്ത് പരസ്പരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ പടച്ചറപ്പ് അതിനോടുകൂടെ വേറൊന്നുകൂടെ ആഡ് ചെയ്യുന്നു. സൂറത്തു അസ്സഫിന്റെ 2-ാമത്തെ വചനം, എന്തിനാ നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നല്ല വഴക്ക് പറയണത് ഞാനതിന് വിരുദ്ധനായി നടത്തേണ്ട. നമ്മൾ ഓരോരുത്തരും മക്കളോടും മറ്റും ഉപദേശം കൊടുത്തുകൊണ്ടേ, പക്ഷെ അതിന് വിരുദ്ധനായി ചിലപ്പാലെ കണ്ടാലും മക്കളോട് മൊബൈൽ എടുക്കാൻ കണ്ടാന്ന് പറയും. മൂപ്പരെ അതിന് നോക്കിക്കൊണ്ടാ പറയുന്നത്, തല വൃത്തിയിട്ടുണ്ട്. അതാണ് എന്റെ മക്കളോട് ഇങ്ങനെ മൊബൈൽ കളിച്ച് സമയം കളയാതെ. കുട്ടികൾക്ക് സമയം കുറെ സ്റ്റോക്കുള്ള മാതിരി മക്കൾക്ക് വേണമെങ്കിൽ കുറെ ആയുസം ഉണ്ടാവും. സാധാരണ മൂപ്പരിങ്ങനെ അസ്തമനത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. തീരെ സമയമില്ലാത്തതാണ് മൂപ്പരാണ്. ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒരു വട്ടം കൂടെ അത് ചെല്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ ആഖിറത്തിൽ വെച്ച് സങ്കടം വരുമെന്ന് നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വട്ടം, ഒരു ചാൻസ്. വെറുതെ ഇരുന്ന പന്തം വിട്ടപ്പോ, വീഡിയോ കണ്ടപ്പോ, ക്ലിപ്പ് കണ്ടപ്പോ, പാമ്പിനെ പിടിക്കണത് കണ്ടപ്പോ, നമ്മുടെ കൂട്ടുകാരോടൊപ്പം സംസാരിച്ചിരുന്നപ്പോ ഒരൊറ്റ വട്ടം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചെല്ലാമായിരുന്നു എന്ന് മനുഷ്യൻ വ്യാകുലപ്പെടുന്നതിനെ കുറിച്ച് പരിശുദ്ധ മതം നമ്മളോട് പറയുന്നുണ്ട്. മോനോട് പറയണം, അത് പഠിക്കാനൊന്നുമില്ല, എടുത്തുവെക്കണം. പൈ കളിക്കലെന്നെ പണി നമുക്ക് ഉപദേശിച്ചുകൊണ്ടിരിക്കും ചില ആളുകൾ. മൂപ്പരാളെ ഇന്ന് കണ്ണും കൂടി ഇട്ടിട്ടില്ല. മൂപ്പർ ഇങ്ങനെ കൂടെ എങ്ങനെയാണ് അങ്ങനെ അപ്പൊ എന്തിനാണ് നിങ്ങൾ പറയാത്തത് കൽപ്പിക്കുന്നു എന്ന് പടച്ചറപ്പ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ചോദിക്കുക മാത്രമല്ല, പറയാത്തത് കൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രശ്നമാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഓരോരുത്തരുടെയും ബാധ്യത. കൽപ്പിക്കുന്നതൊക്കെ പാലിക്കലും വിരോധിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കലും ഓരോ മനുഷ്യന്റെയും ബാധ്യത. ഇത് രണ്ടും പാലിക്കപ്പെടുന്നതോടുകൂടി ലോകം ശാന്തമായി ഒഴുകും. ഒരു വിശ്വാസി മതർമ്മകരിയാവില്ല. ഒരാളും ദീനീ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തൂല. ഇതാണ് ഞാൻ പറഞ്ഞ വളരെ ശാസ്ത്രീയമായ സംവിധാനം. പൂർവികരാകുന്ന പദ്യങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അത് ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഇദയുടെ 87-ാമത്തെ വചനം. ഇസ്രായേൽ പരാജയപ്പെടാനുള്ള കാരണം പറയുമ്പോൾ അവർ പ്രവർത്തിക്കുന്ന തോന്നിവാസങ്ങളെ എതിർക്കാൻ ആളില്ലാതെ പോയി എന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. ഉമ്മത്തിനെ പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം കുറെ വഴുതാപ്പെട്ട് ഉപദേശം നടത്തിയിട്ട് നിങ്ങളെ ഷോട്ട് ചെയ്ത് പോകാനല്ലോ നമ്മളൊന്ന് ഉറക്കം ആലോചിച്ചു. ഞാൻ നിങ്ങൾ ഒന്നിച്ചു നമ്മളെ പോലെ തന്നെ എനിക്കൊന്നും മക്കളും ആ മക്കൾ വലിയ പുരോഗതിയിലേക്ക് എത്തണമെന്ന് എല്ലാവരെയും പോലും ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊണ്ടൊരു കുടുംബം, എല്ലാവരെയും പോലെയും എനിക്കെന്റെ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണ്. അപ്പൊ അവരൊക്കെ നന്നാവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, അവരോട് നന്നാവണമെന്ന് ഞാൻ പറയുന്നത് പോലെ നമ്മൾ ഒന്നിച്ചൊന്ന്
ആലോചിക്കാന്ന് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പുറത്ത് നിൽക്കാൻ നിങ്ങളെ പ്രതിപക്ഷത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ രീതിയല്ല. നമ്മളൊന്ന് ആലോചിച്ചു നോക്കും, ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? തെറ്റ് കാണുമ്പോൾ തിരുത്താൻ ധൈര്യവും തന്നെയാണോ ഇല്ലാത്ത മാതാപിതാക്കൾ. കുറെ വിഷയങ്ങളുടെ അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ മുപ്പരും മൊബൈലിലാണ്. അപ്പൊ മൊബൈല് വേണ്ടെന്ന് തന്നെ പറയുന്നത്. നിങ്ങൾ നോക്കെടുത്തുണ്ടോ നിങ്ങളുടെ ഫോണിൽ? നിങ്ങളുടെ ബുദ്ധിമാനായ മനസ്സിലാക്കും എന്തൊക്കെ പറഞ്ഞോളണമെന്നും ചിലപ്പോൾ പറയണമെന്നില്ല. കുട്ടി അടുത്തെത്തുന്നതോടുകൂടെ നിങ്ങൾ മൊബൈൽ ഓഫറുണ്ടാവും. കുട്ടി മനസ്സിലാക്കുന്നത് അമ്മ കണ്ടത് വാപ്പ കണ്ടതുണ്ടോ തോന്നുന്നത്. ഇതാണ് അവൻ വളരുന്നത്. ഇത് കണ്ടാൽ വളരുന്ന അവന്റെ അതിന്റെ അഡിഷൻ നമ്മൾ ഒത്ത പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരെയും പോലെ കുടുംബത്തെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ആവണം. കുടുംബം പോലെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കേരളത്തിൽ 30% പെൺകുട്ടികൾക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ട്. ഏതാനും ആഴ്ച മുൻപ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദേവി ചെന്നിട്ടൊരു പ്രോഗ്രാം നടത്തിയപ്പോ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞപ്പോ 90% പെൺകുട്ടികൾ എഴുന്നേറ്റെന്നാണ് പറയുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതില്ലാതെ പോകുമ്പോഴേ തൊഴിൽവാസത്തിന്റെ നാടായ നാടകമാറും നമ്മുടെ കേരളം മാറും. യൂറോപ്പൊക്കെ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചു നടക്കാൻ തുടങ്ങുന്നുണ്ട്. അവരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള കഠിനമായ അധ്വാനം നടത്തുകയാണ്. പക്ഷെ ശീലിച്ചു പോയതിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റില്ല. കുടുംബത്തിലേക്ക് കൂടെ കടക്കണില്ല. ഞാൻ എന്റെ പ്രസംഗം നിന്നുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കളെ മുമ്പിൽ നമ്മൾ എത്രമേൽ വിശുദ്ധരാണെന്നുള്ളത്. ശരിക്കും രക്ഷിതാക്കൾ മാത്രം വിളിച്ച് പറയേണ്ടതാണ്. കുട്ടികളൊന്നും കേൾക്കുന്നുണ്ടോ? വലിയ പ്രയാസമാണ്. എന്നെ എന്റെ ഒരു ശിഷ്യനെ സദസ്താവ് വിളിച്ചു. നിർബന്ധമായി പുസ്തകം കാരണം ഒരു പാരൻസ് പങ്കെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ എന്റെ ദൈവകാര്യമൊക്കെ ഇവിടെ പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഏതെങ്കിലും ഡേറ്റ് ഒപ്പിച്ചിട്ട് വല്ലാതെ വൈകാതെ നമ്മുടെ ജില്ലയിൽ നമ്മുടെ അടുത്തൊരു പ്രദേശത്ത് ചെന്നമോ എത്ര എന്നോട് ഒരു കഥ പറഞ്ഞു. അയാൾ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഫിലിം കുടി വാജിപ്പാകാൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. സമയത്ത് ഈ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തെ കുറിച്ച് അദ്ദേഹം പറയാം. ഇതിനെയൊക്കെ പറഞ്ഞ് ഏകദേശം ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഉസ്താദ് അവിടുന്ന് എസ്കേപ്പ് ആവണം. അടുത്ത കാരണം പറയാം. അപ്പൊ കുട്ടികളൊന്നിച്ച് ചോദിച്ചു എന്താ ഉസ്താദ് എന്ന് പറഞ്ഞ എന്താ ഉസ്താദ് എന്ന് പറഞ്ഞു. ഉസ്താദ് പരീക്ഷയൊക്കെ എഴുതിയാൽ മതി, വലിയ കുട്ടികളാകുമ്പോൾ മനസ്സിലാവും, എത്ര പഠിച്ചാൽ മതി. കുട്ടികൾ വിടുന്നില്ല, വലിയ കുട്ടികളാണ്. എന്നാലും എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൺകുട്ടി എഴുതിയിട്ടുണ്ട് അവരുടെ കൂട്ടത്തിൽ. അവരിത് എന്താന്ന് വിസർജിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. ഇതെന്താന്നുള്ളത് തീരെ മറച്ചു വെക്കാതെ ഉച്ചക്ക് മുമ്പാലും പറഞ്ഞെടുത്തുന്ന 3ാം ക്ലാസ്. ശരിക്കും പറഞ്ഞാൽ ഒരു 8 വയസ്സ് പ്രായം. മേശയിലൊക്കെ അടിച്ചു കുട്ടികളൊക്കെ സൈലന്റ് ആക്കിയിട്ട് ക്ലാസ്സിൽ മദ്രസ വിട്ട ഉടനെ വിളിച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, എല്ലാം മോനെ ഭയങ്കര വിവരം, ഇരിക്കില്ലാത്ത വിവരമൊക്കെ വിഷയത്തിലുണ്ട്. ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി? നിസ്സങ്കോചം നിഷ്കളങ്കനായിട്ട് പറഞ്ഞത്ര ഉസ്താദിനോട് അങ്ങനത്തെ എത്ര വീഡിയോസ് ഉണ്ട് എന്റെ ഫോണിലുണ്ട് ഉസ്താദിനെ അറിയാമോ? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്നവരെല്ലാം വിവരങ്ങളായിട്ട് വിൽക്കാന്നോടാണ് കുട്ടികൾ. എന്റെ പല ഫോണിൽ വന്നിട്ട് ചോദിച്ചപ്പോൾ അതെ ഞാൻ ഇടക്കിടക്ക് പല ഫോൺ എടുത്തിട്ട് അത് കാണുന്നു. ഈ കുട്ടി ഇത്തിരി പ്രായമായി 10 മോനായി 7 വയസ്സിൽ മാറിയിട്ട് എന്താണ് സെക്സ്, എന്താ സെക്സുവൽ ഹറാസ്മെന്റ് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ അവന്റെ മനസ്സിൽ കുറിച്ച് ധാരണയിലുണ്ടാവുക. ഈ പുറത്തു വാപ്പ കാണാൻ മാത്രമല്ല ആവർത്തിച്ച് കാണാൻ വേണ്ടി അത് സ്റ്റോർ ചെയ്തിരിക്കുന്നു. ഇങ്ങനത്തെ എത്ര വീഡിയോസ് നിങ്ങൾക്ക് അറിയാമോ? മക്കളോട് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും പറ്റാത്ത ഒരു തലമുറയായി നമ്മൾ മാറുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ദുരന്തം. നമ്മുടെ ന്യൂജനൊക്കെ അവരോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. കുറെ ആളുകളൊക്കെ ഏറ്റെടുത്ത് കണ്ടെന്റെ പ്രസംഗത്തിന്റെ പേര് പോലും അന്യരല്ല ഫ്രീക്കന്മാർ എന്നാണ്. കുറെ ഫ്രീക്കന്മാർ എന്നെ വിളിച്ചു അഭിഷേകം. അവരെ പിന്നീട് കുറ്റപ്പെടുത്തേണ്ട വിധത്തിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്തണം. നമ്മൾ എപ്പോഴും പറയില്ലേ ഈ പള്ളിയിലൊന്നും അങ്ങനെ കാരണവന്മാരൊന്നും ഇപ്പൊ നമ്മളൊക്കെ കാരണവന്മാരെന്ന് അറിയാത്തത് കൊണ്ടാണ്. നമ്മളൊക്കെ തന്നെ കാരണവന്മാരെന്ന് അറിയണില്ല. കാര്യം എത്രയോ വയസ്സായിട്ടുണ്ട്.
പറഞ്ഞത് സമയം കൂടുതൽ ആവശ്യം നമുക്കാണ്, മൊബൈലിൽ നിന്ന് മാറി നിൽക്കേണ്ടത് കൂടുതൽ നമ്മളാണ്. ഞാൻ പ്രസംഗിച്ചപ്പോൾ വലിയ വലിയ ആളുകൾ കുറേ ഒരാൾ 52 കൊല്ലമായി ഗൾഫിൽ പറഞ്ഞു സങ്കടം. അങ്ങനത്തെ കുറേ കാരണന്മാരുണ്ട്. പ്രസവം കഴിഞ്ഞവരെല്ലാവരും ചുറ്റും കൂടി പോയാൽ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ നിന്നപ്പോൾ പള്ളിയിൽ കാരണന്മാർ നമ്മളെല്ലാവരും ഇവിടെ നിന്നാൽ പിന്നെ എങ്ങനെ അവിടെ കാരണന്മാരുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മക്കളോട് ധാർമ്മികത പറയാൻ നമുക്ക് എന്തെങ്കിലും അർത്ഥങ്ങളുണ്ട്? സുന്നതസ്കരിക്കാൻ പറയാൻ മാത്രമേ നമ്മൾ സുന്നത്ത് പറഞ്ഞിരിക്കാറുള്ളൂ. അവരോട് സ്വലാത്ത് പങ്കെടുക്കാൻ പറയാൻ മാത്രമേ നമ്മൾ സ്വലാത്ത് ചെല്ലാറില്ല. ഉമ്മമാർ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഏറ്റവും പ്രസിദ്ധമായ ഡീഅഡിക്ഷൻ സെന്ററിലെ ഡോക്ടർ കള്ളും മയക്കുമരുന്നും വലിച്ച് ശീലിച്ചവരെ ചികിത്സിക്കാനുള്ള ആശുപത്രിയിലെ ഡോക്ടർ ഈയിടെ ഒരു നല്ല പ്രഭാഷണം നടത്തുന്നു. പറഞ്ഞതെന്താ? നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും കൂടുതലായി മയക്കുമരുന്നിലേക്ക് പുതിയതായി കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും കുറിച്ച ജില്ല, ഏറ്റവും കുറിച്ച സ്ഥലം നമ്മുടെ തെരുവിലാണ്. ഈ പ്രാവശ്യത്തെ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ കുടിച്ചു എന്നാണ്. ഏറ്റവും കൂടുതൽ മദ്യം ചെലവായത് നമ്മുടെ തിരുവല്ലയാണ്. പങ്കാളികൾ വാങ്ങിയിട്ടാണ് നമുക്ക് ആശ്വസിക്കാം. കുറച്ചൊക്കെ അവർ വാങ്ങുന്നുണ്ടോ? ഞാൻ അന്വേഷിച്ചപ്പോൾ ഓണത്തിന് പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. പിന്നെ എന്തിനാ വാങ്ങുന്നൊന്നും പങ്കാളികൾക്ക് ഓണാഘോഷമുണ്ടോ? ഈ ഓണാഘോഷത്തിൽ അടിച്ചു പിടിച്ചാവാൻ ആരും വാങ്ങുന്നു? മലയാളികൾ തന്നെ ഇരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഓണം എന്നുള്ളത് പകുതി നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ട് തിരുവൂർ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്? ചാലക്കുടിയാണ് പൊതുവെ മുന്നിൽ നിൽക്കുന്നത്. ഇപ്രാവശ്യം ചാലക്കുടിനെ അടിച്ച് നേരത്തെ നമ്മുടെ തിരുവൂർ നിൽക്കുന്നത് ഇതെവിടെ പോകുന്ന മദ്യം? അല്ലെങ്കിൽ കേരളത്തിലും പുറത്തും ഏറ്റവും കൂടുതൽ ഓണാഘോഷവും ആഭാസങ്ങളും നടത്തുന്നത് ആരാണ്? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഖത്തറിലായിരുന്നു അവസരം നടത്തുന്നത്. അതിൽ ആശംസ പറയേണ്ട ഒരാൾ വന്നപ്പോൾ ഒത്തിരി വൈകിട്ട് എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി വക ഓണാഘോഷമായിരുന്നു, എനിക്ക് ജസ്റ്റ് ഒന്ന് പോയി വരേണ്ടതില്ലായിരുന്നു, അതുകൊണ്ട് പോയതാണ്. ഞാൻ ചോദിച്ചു ഓണാഘോഷം എന്നോട് പറഞ്ഞെന്താണ്? ഞാൻ അയാളോട് ഇങ്ങനെ ചോദിച്ചു. അത്തപ്പത്തൊക്കെ കഴിഞ്ഞ് തൃശ്ശൂരിൽ 13-ന്റെ അന്നത്തെ പുലിക്കളിയോടുകൂടെ കേരളത്തിൽ ഓണാഘോഷമൊക്കെ കഴിഞ്ഞു. ഓണം കണ്ടുപിടിച്ച കേരളത്തിലെത്തും. ഇപ്പോഴും ഖത്തറിലെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞെന്താണ്? അടുത്ത ഡിസംബർ 25-ന് ക്രിസ്തുമസ് ആഘോഷം തുടങ്ങുന്നത് വരെ ഈ വിദേശ നാടുകളിൽ ഓണാഘോഷമായിരിക്കും. ഒറ്റ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ പ്രസംഗത്തിന് ഓഡിറ്റോറിയം നമ്മൾ 9 മാസം കൊണ്ട് ബുക്ക് ചെയ്താണെന്നാണ് അതിനോട് പറഞ്ഞത്. എന്താ ചെയ്യാ? ഈ ആഭാസത്തിലൂടെ വളർത്തി ആത്മീയ ചൂഷണം നടത്തി വെറും ചവറുകളായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അത് നന്നായിട്ട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പ്രസംഗം ആവേശപൂർവ്വം കേട്ടിരിക്കുന്ന നിങ്ങളിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ ചെറുപ്പക്കാരിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഓണാഘോഷം? എന്തൊക്കെയാണ് പരിപാടികളെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തോട് പറഞ്ഞത് വലിയ പൂക്കളിട്ട് മത്സരത്തിന് ആരൊക്കെ വിജയം കാത്തിരിക്കുകയാണ്. ഓരോ ഉമ്മമാരും എന്റെ നടുവിൽ അവര് നിലവിളക്ക് വെച്ചിട്ട് അതിൽ തിരി കൊളുത്തിയിട്ട് ആദരപൂർവ്വം കാത്തിരിക്കുകയാണ്. ഈ ആദരവും കൂടി അവരുടെ ഈ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ, ലയനം, താളം, ആ കുട്ടിയുടെ ആക്ഷൻ ഒക്കെ പരിഗണിക്കുന്നത്. അപ്പൊ ഈ ആദരിച്ചിരിക്കുന്നത് കൂടെ പരിഗണിച്ചിട്ടാണ് മാറിക്കിടുന്നത്, ഫസ്റ്റ് കിട്ടുന്നത്. എവിടെ ആദരിക്കുന്നത്? ഒക്കെ പറയുമ്പോഴേക്കും ഞാൻ പ്രശ്നം പറഞ്ഞതുപോലെ ഏറെ കേൾക്കാൻ തോന്നുന്നു. അങ്ങനെ തോന്നുമ്പോ എർത്ത് ദുഃഖമാണ് ഏറല്ലേ സുഖപ്രദം പറയേണ്ടി വരും. 18 ലെയർ ഉണ്ടാവും ഈ നിലവിളക്കിൽ. ഓരോ ദേവതകളാണെന്നാണ് പറയുന്നത്. ആ ദേവതകളെ ഉപാസിച്ചിട്ടാണ് ലേറ്റ് നടത്തുന്നത്. വിരിഞ്ഞു നിൽക്കുന്ന ആ സാധനം പാർവതി യോനിയാണെന്നറിയണം. പറയാൻ പറയുന്നുള്ളൂ. വിശുദ്ധമായ സ്ഥലത്ത് വെച്ചാൽ അവിടെ പൊങ്ങി നിൽക്കുന്നത് ശിവലിംഗമാണെന്നറിയണം. ചൈതന്യം പ്രസരിച്ചുകൊണ്ടിരിക്കണമെന്ന വിശ്വാസം ആർക്കും അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാം. അവർക്ക് ഓണത്തിനോട് ഒടുകിട്ടാത്ത വിധം ആദ്യമേ ഈ സമൂഹം മൊത്തം ഓണക്കോടി വാങ്ങുന്നത് നമ്മൾ തീർക്കേണ്ടതല്ലേ? എവിടെയും പെരുന്നാളാഘോഷത്തിന്റെ ഭാഗമായിട്ട് പൊതുസമൂഹത്തെ നമ്മൾ കാണുന്നത്. അതുണ്ടായത് എന്തായിരുന്നത് പറയണത്? എല്ലാവരും അവരവരുടെ ആചാരങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി
അങ്ങോട്ടും ഇങ്ങോട്ടും മീൻപിടിക്കലാണ്. മറ്റു സമൂഹത്തിൽ ഓണാഘോഷിക്കാൻ പറ്റാത്ത വിധം നമ്മൾ നിർത്തിമയാണ്. വൃത്തികെട്ടത് അസുഖാർത്ഥം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ മനസ്സിലാക്കി. ഇനി ഡിസംബർ വരാൻ പോകണം. സ്റ്റാർ ഇതല്ലേ എന്ന് പറയുന്നത്. എന്തിനാ ഈ സ്റ്റാർ? ഈ സ്റ്റാർ എന്തിനാണ്? യേശു പുൽക്കൂട്ടിൽ പറഞ്ഞു. ആ പുൽക്കൂട്ടിലേക്ക് വഴി അന്വേഷിച്ചിട്ട് ആട്ടിടയന്മാർക്ക് വഴി തെറ്റി അസമയത്ത് അവർക്ക് വഴി അറിയിക്കാൻ ഉണ്ണിയേശു എന്ന ദൈവം പിറന്നതിന്റെ സൂചകമായി ഇറങ്ങി വന്ന സ്റ്റാറിന്റെ അനുസ്മരണമായാണ് ഡിസംബർ 25 യേശു ജനിച്ചു എന്ന് വിശ്വസിക്കുന്നതിന്റെ 1-ാം ദിവസം മുതൽ സ്റ്റാർ തൂക്കുന്നത്. കേവലം ഒരു സ്റ്റാറല്ലത്, ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. യേശു ഡിസംബർ 25 ജനിച്ചു എന്നൊക്കെ വായിച്ച പത്ര പഞ്ചമി ഗൽജാനിന്റെ പുസ്തകം വായിച്ചാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മത്സരം, സമാധാനം എന്ന് മാലാഖമാർ അന്ന് പാട്ട് പാടാൻ ഒരു സാധ്യതയില്ല പണ്ഡിതന്മാർ തെളിയിക്കുന്നുണ്ട്. അതൊക്കെ വേറൊരു പക്ഷം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും എല്ലാം പ്രവർത്തിക്കാനുള്ളതല്ല മനസ്സിലാക്കാം. അതങ്ങനെ പ്രായോഗികമാകുക. നമ്മൾ സുബഹിക്ക് നിസ്കരിക്കാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അകണ്ഠനാമം തുടങ്ങിച്ചാൽ അത് മോശമാണ്. നാട്ടിൽ വലിയ ഈ ഫോണിന്റെ സ്റ്റാൻഡ് വെച്ച പോലെ ചുറ്റുപാവും കറുത്ത തുണിയും മാല രുദ്രാക്ഷ മാല കേട്ടിട്ട് അവരിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഭൂതനാഥ സദാനന്ദ സർവഭൂത വ്യാപരാന്ന് പറയാം. അതാ മനസ്സിലാകുന്നു. അവരെല്ലാവരും ഓരോ അമ്പലത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മളുണ്ടാവണം. വലിയ അതാ മനസ്സിലാകുന്നു. ഇല്ല, നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാവണം. നമ്മുടെ ആരാധന നടത്തുമ്പോൾ മറ്റൊരാൾക്ക് അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാവാത്ത വിധം സൂക്ഷിക്കലാണ്. നമ്മുടെ ദീൻ നിർബന്ധമായും 100% ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് ആത്മാവ് രക്ഷിച്ചൊരു സമൂഹത്തെ എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നാണ്. എല്ലാ തോന്നിവാസങ്ങളും സിനിമയ്ക്കും ആർപ്പാടം ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഏകദേശം രാവിലെ ഈ പുത്തനത്താണി ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാറുണ്ട്. ഞായറാഴ്ച പുത്തനത്താണിയിലെ ഖുർആൻ ക്ലാസ്സിനും ചൊവ്വാഴ്ച നമ്മുടെ കടുങ്ങാത്തോടിലെ സുന്നിപ്പള്ളിയിലുള്ള ഖുർആൻ ക്ലാസ്സിനും സ്ഥിരമായിട്ട് പങ്കെടുക്കുന്ന പ്രായമാറാണ്. ഞാൻ പലപ്പോഴും സമയത്ത് പുത്തനത്താണി പള്ളിയിൽ നിന്നാണ് ചൊവ്വാഴ്ച. ആ സമയത്ത് റോഡ് സൈഡിലുള്ള രാത്രി ചായ കടകൾക്ക് മുന്നിൽ വേർത്തു കുടിച്ച് ജേഴ്സി തോളിലിട്ട് ചായക്ക് വില നിൽക്കുന്ന ചെറുപ്പക്കാരെ കാണാൻ. എത്ര നേരത്തെ എഴുന്നേറ്റ് വരണം. സുബഹി ജമാഅത്തിന്റെ മുമ്പ് കളി കഴിഞ്ഞ് വേർത്ത് കുളിച്ച് ചായ കുടിക്കാൻ വേണ്ടി ജേഴ്സി തോളിലിട്ട് പന്ത് കൈ പിടിച്ച് നിൽക്കണേ. അവരെപ്പോ കളി തുടങ്ങണം. ചുരുങ്ങിയത് 3 മണിക്കെങ്കിലും എഴുന്നേൽക്കേണ്ടി വരും. അത് അവരെ ബാധിക്കണില്ല. അതവർക്ക് ഒരു പ്രശ്നമാണില്ല. നല്ല ഡ്രസ്സ് കിട്ടുന്നത് അവിടുന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് പള്ളിക്ക് ജമാഅത്തിൽ വരും. ഇല്ലേ, അവരങ്ങനെ തന്നെ പോകും. വീട്ടിൽ നിസ്കരിക്കുന്നുണ്ടാവുന്ന ശുദ്ധ മനസ്സിൽ അവരെ കുറിച്ച് നല്ലത് വിചാരിക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഒരു സമയത്ത് അത്ര നേരത്തെ എഴുന്നേറ്റ് പന്ത് കളിക്കാൻ വരാൻ പറ്റുന്നവർക്ക് എന്തുകൊണ്ട് ഒരു സുബഹി ജമാഅത്തിന് വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ആഘോഷം തന്നെ, ആർഭാടം തന്നെ, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം എന്നുള്ളത് തന്നെ. ഇതിലേക്ക് നമ്മളെ ചുറ്റി കെട്ടിയിട്ടു എന്നുള്ളതാണ് നമ്മുടെ ശത്രുക്കളുടെ വിജയം. ഹബീബായ റസൂലുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ അവിടുന്ന് നമ്മൾ ആരാവണം എന്നതിനെ കുറിച്ച് ആഗ്രഹിച്ചു എന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളെല്ലാം നബിയോടെ കേൾക്കാറില്ലേ? ത്വായിഫിൽ നിന്ന് അവിടുന്ന് സഹിച്ചത്, ബദറിൽ നിന്നും ഉഹദിൽ നിന്നും സഹിച്ചത്, ഇതൊക്കെ സഹിച്ച് പരിശുദ്ധ ഇസ്ലാം നമുക്ക് കൈമാറി തന്നത് എന്തിനായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നാണം കാണാം. അപകടമായി കുറ്റപ്പെടുത്താനല്ല ഞാൻ വന്നത്. നല്ല വിശുദ്ധ കിരണങ്ങളുണ്ട്, നന്നായിട്ട് തീരുമാനിക്കുന്നവരുണ്ട്, സാധാരണക്കാരിലുണ്ട്. പൊതുസമൂഹത്തിൽ ആളാവാൻ വേണ്ടി എല്ലാ മതവിരുദ്ധ പരിപാടികൾക്കും നമ്മൾ നേതൃത്വം നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ഈ സ്റ്റേഡിയങ്ങളിൽ, ടർഫുകളിൽ കളിയൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചിരിക്കുന്ന സമയത്ത് കഥ പറഞ്ഞിരിക്കുമ്പോ മുക്കിലൂടെ വെറുതെ ഒന്ന് തോണ്ടിയാൽ മതി 4-5 തരിയും നമ്മുടെ മോൻ അതിന് അഡിക്റ്റായി എന്നതിൽ ഒരു തർക്കവും വേണം. തോണ്ടിയത് എംഡിയമ്മയാണെന്ന് അറിയിക്കുക പോലില്ല. കാരണം അതിനൊരു സ്മെല്ലുമില്ല. പഞ്ചാരത്തരിയേക്കാൾ ചെറിയ ക്രിസ്ത്യനുകളായിട്ടാണ് അതിൽ കാണുന്നത്. നമ്മുടെ കേരളത്തിൽ 11 ടൈപ്പ് മയക്കുമരുന്നുകൾ വ്യാപകമാണ്. DMA മരിച്ചുവാനൊക്കെയാണ്. അതേപ്രകാരം ഹൈബ്രിഡ് കഞ്ചാവൊക്കെയാണ് നമ്മുടെ ആൺകുട്ടികൾക്ക് പ്രിയം.
കുട്ടികൾ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നു. വായയിൽ മുറിവുണ്ടാക്കിയിട്ട് വായ പോലെ സോഫ്റ്റായ പ്രദേശങ്ങളിൽ മുറിവുണ്ടാക്കിയിട്ട് അതിമ മയക്കുമരുന്നിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് 40 മണിക്കൂർ സ്വപ്നലോകത്തെ കുട്ടികൾ. അതാണ് നേരത്തെ പറഞ്ഞത്. ഡി അഡിക്ഷൻ സെന്ററിലെ പ്രധാനപ്പെട്ട ഡോക്ടർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കൂടുതലായി മയക്കുമരുന്നിലേക്ക് കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണ്. ആണ് പഴിച്ചാൽ നന്നാക്കാൻ നല്ല പെണ്ണ് മതി. ഭർത്താവ് പഴിച്ചാൽ അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാൻ നല്ല ബുദ്ധിയുള്ള ഈമാനുള്ള ഭാര്യയ്ക്ക് കഴിയും. അതിനെ മറിച്ച് ഭാര്യ തന്നെ പഴിച്ചാലോ നമ്മുടെ കുട്ടികൾ വെറുതെ അവർ പോകുന്ന ഒരു താല്പര്യം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികൾ വെറുതെ പള്ളിയിൽ പോകും. അവർ പള്ളിയിൽ പോകണമെന്ന് ഒരു നിബന്ധനയും ഉണ്ടാവില്ല. ആ ഭാര്യയ്ക്ക് ഭർത്താവുണ്ടാവില്ല. അങ്ങനെ പഴച്ച ഒരു തലമുറ രൂപപ്പെടും. ഇതാണ് സ്പെയിനിൽ സംഭവിച്ചത്. സ്പെയിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഭിമാന കേന്ദ്രമാണ്. ഹിന്ദുസ് എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസം അറിയപ്പെടുന്നത്. യൂറോപ്യന്മാർക്ക് അക്കബറിക്ക് നടക്കുന്ന കാലത്ത് അവർക്ക് വിജ്ഞാനവും സയൻസും കൊണ്ടുപോയത് മുസ്ലിങ്ങളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെഹ്റുവിന്റെ വിശ്വചരിത്ര അവലോകനമായി കെ.എം. റോയിയുടെ ഇസ്ലാം ചരിത്രപരമായ പങ്കുകൾ അന്ന് യൂറോപ്യന്മാർക്ക് അക്കബറക്കലായിരുന്നു പണി. സയൻസ് എന്താണെന്ന് അറിയില്ലായിരുന്നു. സ്പെയിനിലെ കൊർഡോവ യൂണിവേഴ്സിറ്റി വഴിയാണ്, മുസ്ലിങ്ങൾ വഴിയാണ്, അറബി ഭാഷ വഴിയാണ് അവരിലേക്ക് സയൻസ് എത്തുന്നത്. എന്നിട്ടോ ഇസ്ലാമിന്റെ ഏറ്റവും പുഷ്കരമായ കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മതം മികച്ചു. പോലെയുള്ള മഹാപ്രതിഭകളുടെ കിതാബ് തിബ് പോലെയുള്ള ഗ്രന്ഥം 1000 വർഷം MBBS വിദ്യാർത്ഥികളുടെ പ്രധാന പഠനമായി മാറി, പഠന പുസ്തകമായി മാറി. ഉസ്ബെക്കിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ മ്യൂസിയമുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്രതിയിൽ എഴുതിയ കുറെ കിതാബുകളുണ്ട്. അദ്ദേഹം സർജറിക്ക് എല്ല് മുറിക്കാൻ ഉപയോഗിച്ച ചെറിയ യന്ത്രമുണ്ട്. ഇന്നും അതേ യന്ത്രമാണ് വൈദ്യശാസ്ത്ര ലോകം ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതേ യന്ത്രമാണ് ഇന്നും വൈദ്യശാസ്ത്രം ഉപയോഗപ്പെടുത്തുന്നത്. ചെറിയ രീതിയിലുള്ള രൂപഭാവങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. വസ്തുത ഒന്ന് തന്നെ. അത്രമേൽ ലോകത്ത് മികച്ചു നിന്നൊരു ആദർശം ഇന്ന് സ്പെയിനെ കുറിച്ച് നമ്മുടെ ഓർമ്മ എന്താണ്? നമ്മുടെ കുട്ടികളോട് സ്പെയിൻ എന്താ ചോദിച്ചാൽ അവർ പറയും അവിടെയാണ് ബാഴ്സലോണ ഉള്ളത്, അതിലാണ് യമാന് കളിമാനുള്ളത്, അല്ലെങ്കിൽ അവിടെയാണ് റിയൽ മാഡ്രിഡ് ഉള്ളതെന്ന് പറയും. എന്തുകൊണ്ട് നമ്മുടെ മക്കളുടെ ഓർമ്മ പന്തളിയുമായി ബന്ധപ്പെട്ട് സ്പെയിനിലേക്ക് എത്തുന്നു? അവിടെയായിരുന്നു കോർഡോവ യൂണിവേഴ്സിറ്റിയിൽ എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് മനസ്സിലാകുന്നത്? അവിടെയാണ് മഹാനാകുന്ന അലിഫിയയുടെ മുസന്നിഫ് നമ്മുടെ മക്കളൊക്കെ ഗ്രാമർ പഠിക്കുന്നത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അൽഫിയത്ത് ബിൻ മാലിക് ഗ്രന്ഥത്തിന്റെ കർത്താവ് മുഹമ്മദ് ബിൻ മാലിക് ജീവിച്ചത് എന്ന് എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അറിയാതെ ചരിത്രത്തിൽ നമ്മൾ എന്തുകൊണ്ട് ബിന്ദുവിൽ ഇളപ്പെടുന്നു? നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും യോഗ്യതയുള്ള മാതാപിതാക്കളില്ല. മലപ്പുറത്തുകാരുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോളാണ് എന്ന് ഇതിന്റെ വലിയ ലോകകപ്പ് നടന്ന കാലത്ത് നമ്മുടെ ജില്ലക്കാരനാവുന്ന മജീഷ്യൻ പുതുക്കാട് ഒരു ലോകകപ്പ് സ്പെഷ്യൽ പുസ്തകത്തിൽ എഴുതി. മലപ്പുറത്തുകാരുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോളാണ്. അത് തള്ളാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനൊന്നും ഉണ്ടാവില്ല. മലബാർ മേഖലയിൽ ഫുട്ബോൾ പ്രാർത്ഥനയിൽ പോലും സുജൂദിൽ പോലും കടന്നു വരുന്നുണ്ട്. സുജൂദിലെ ഒപ്പിനെ പറ്റിയല്ല, പിന്നെ അവരുടെ പ്രാർത്ഥനയിൽ കടന്നു വരും. അത് തള്ളാന്ന് ഞാൻ വിശ്വസിച്ചു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ സത്യമായിട്ടും അംഗീകരിക്കണം. ഒരു ദിവസം കോഴിക്കോട് കോൺഗ്രസ് പള്ളിയിൽ നിന്ന് സുരേഷ് തിരിച്ചിറങ്ങുമ്പോൾ ചെറുപ്പക്കാരൻ ബെജാറിയും അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പുറത്ത് മെഡിക്കൽ കോളേജ്, പുറത്ത് ബേബി, അതിന്റെ പുറത്ത് മിംസ്, അതിന്റെ അപ്പുറത്ത് ഫാത്തിമ, അതിന്റെ അപ്പുറത്ത് എന്തൊക്കെയോ ആശുപത്രികളുടെ സംഗമമുണ്ട്. ചിലപ്പോൾ അമ്മ അഡ്മിറ്റായി കിടക്കുന്നുണ്ടാവും, ചിലപ്പോൾ ഭാര്യ ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കും. അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടാവും. അങ്ങനെ ബേജാറ് പ്രശ്നത്തിൽ ഇല്ലാതെ വ്യക്തിയാണ് ഞാൻ കാത്തിട്ടുണ്ടാവും. സിംഗേഴ്സിന്റെ ലേവട്ടല്ലേ കുറച്ച് അർജന്റൊക്കെ ഉണ്ടല്ലോ. ഒന്നോടെ മോശം കേൾക്കണമല്ലോ. ഒന്ന് സന്തോഷമായിട്ട് അൻപത് വ്യക്തി വെച്ചപ്പോ ഇന്ന് ജർമ്മനി ബ്രസീലും കളിയാണ്. ബ്രസീൽ ജയിക്കാൻ എനിക്ക് മനസ്സിലായത് മുക്കാടെ എഴുതിയത് ശരിയാണ്. ഈ മുക്കാട പ്രാർത്ഥനയിൽ പോലും മന്ദതയാണ്. അവരെ പ്രാർത്ഥന മാത്രമല്ല, ഒരു മുസ്ലിനെ കാണുമ്പോൾ പ്രാർത്ഥിക്കാനൊക്കെ എല്ലാം പറ്റുമല്ലേ എന്നൊക്കെ അറിയില്ല. പ്രാർത്ഥനയെ പറ്റി പുസ്തകം എഴുതിയിട്ടില്ല, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന അറിയില്ല. അതിനെ കണ്ടക്കൊണ്ടിരിക്കാൻ തോന്നിയിട്ട് പറയുന്നത് എന്താണ്? ഉമ്മട്ടിട്ടാണ് വരക്കണമെന്നല്ല, ഇത് ബ്രസീലിന്റെ കളിയാണ് ജയിക്കാൻ തുടങ്ങുന്നത്. സത്യത്തിൽ ഭയങ്കര ദേഷ്യം വരാത്ത ഒരാളാണ് ഞാൻ. അന്ന് തിരുവനന്തപുരം ഞാൻ പറഞ്ഞ എന്റെ ബ്രസീൽ ഒന്ന് 5 കൊണ്ട് തിരിച്ചു വാഴ ഏത് കാലത്ത് ജയിക്കേണ്ട ആളാണ് ബ്രസീൽ 5
സദാബ് റസീലിന്റെ പേരൊക്കെ പറഞ്ഞു. ഓലക്കാണ്ടത്താണ് അങ്ങനെയുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്തിനാ ഇതിനോട് കേൾക്കാൻ പറഞ്ഞ 5 കൊണ്ട് തോന്നുന്നു. ഖുർആനിറങ്ങി വരികയല്ലേ, ഖുർആൻ ഓതി വരികയാണല്ലോ. 5 കൊണ്ട് തോന്നുന്നു. ഞാൻ നാളെ കാണാം. ഒന്നാം റബ്ബേ അന്നാണ് 7 കൊണ്ട് വെച്ചത്. ഞാൻ 5 പറഞ്ഞത് തോന്നുന്നു. 6 തോന്നുന്നു. അതുപോലെ കടയിൽ നിങ്ങളോടൊന്നും പറയില്ല. അത് ഞാൻ കണ്ടിട്ടൊന്നുമല്ല. എന്തൊക്കെയോ സംഭവിച്ചു. ചെറുപ്പക്കാർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഓരോ ഫ്ലക്സിലൊക്കെ വരും 7ന്റെ അഹങ്കാരമില്ലാതെ മറ്റൊരു കടയിലേക്ക്. നമ്മളെ മക്കളൊക്കെ വല്ലാതെ കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ടീം അർജന്റീനക്കാർ പലസ്തീന്റെ രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ലോകരാഷ്ട്രങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ടിരുന്നപ്പോ എതിർത്ത 10 രാഷ്ട്രങ്ങളിൽ ആദ്യം ചെയ്തിപ്പെട്ട ആൾക്കാർ ഇവരാണ്. നമ്മൾ എന്നാലും കൂടിക്കണം. നമ്മൾ എന്നാലും നീലാവണ്ണ കൊടി കൊണ്ടും ഫ്ലക്സ് കൊണ്ടും ഇത് ലോകത്ത് വരികയാണെങ്കിൽ ഇവിടെ ആകെ അലങ്കരിക്കണം. അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി സുഖമാക്കണം. നട്ടപ്പാതിലേക്ക് 12 കഴിഞ്ഞിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ പോയി കിടന്നുറങ്ങി ഈ അർജന്റീന ഫാൻസ് ആയിട്ട് നമ്മൾ ഉറക്കൊഴിക്കണം. അങ്ങനെ സുഖമാക്കണം. എന്റെ അങ്ങനെ സമൂഹമായി നമ്മൾ മാറുന്നു. എന്തുകൊണ്ട് ആത്മീയത നഷ്ടപ്പെടുന്നു? പറഞ്ഞു അവസാന കാലം എത്തി വരുമ്പോ തീർച്ചയായും എന്റെ ഉമ്മത്തിലേക്ക് സർവ്വഭാഗത്തു നിന്നും ശത്രുക്കളുടെ കാര്യങ്ങൾ അവർ വല്ലാതെ പീഡിപ്പിക്കപ്പെടും, വല്ലാതെ പ്രയാസം കഴിക്കുന്നു. റസൂലിന്റെ സഹാബക്കറാ ചോദിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും. ആള് കുറവായിരിക്കും. റസൂൽ പറഞ്ഞു എല്ലാം കുറെ ആളുകളുണ്ടാവുന്നുണ്ടാവും, ഒത്തുപോലത്തെ കുറെ മനുഷ്യരുണ്ടാവും. അവർ പക്ഷേ ആത്മാവ് നശിച്ചവരായി വെള്ളത്തിൽ ഒഴുകുന്ന ചവറുകൾക്ക് തുല്യമായിരിക്കും. അവർക്ക് ഇഖ്ലാസ് എന്ന സംഭവമില്ലാതെ വരുന്നത്. നമ്മുടെ മദ്രസയിൽ 10 വരെ പഠിച്ച കുട്ടി ഒരു കൊല്ലം കഴിയുമ്പോഴേ, കരക്കൊല്ലം കഴിയുമ്പോഴേ അവന്റെ താല്പര്യങ്ങളും അവന്റെ മോഹം എന്താവുന്നു എന്നുള്ളത് നമ്മൾ നടപടി തോന്നിയിട്ടുണ്ടോ? അവന്റെ ഖുർആനൊത്ത് എന്താവുന്നു നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഖുർആൻ തുറക്കുന്നുണ്ടോ? ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെന്താ ഇങ്ങനെ രക്ഷിതാക്കളായി നമ്മൾ പറയുന്നത്? ഞാനതാ പറയുന്നത്, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ അല്ലാഹുവിന്റെ റസൂലും പടച്ചവട്ടം നമ്മളെ ഏൽപ്പിച്ച കർമ്മത്തിൽ നമ്മൾ ദൂരെ പോകും. അല്ലാഹുവിനോട് പറയാണ്, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അവരെ എന്റെ ഉമ്മത്തികളാക്കി തരണം. മാതാപിതാക്കളുടെ തിരിച്ചറിഞ്ഞൊരു സംഭവം ഈ ഈടെയുള്ള ഈ യാത്രയിൽ ബഹ്റൈനിലെ, അവിടെ ബഹ്റൈനിൽ സ്ഥിരതാമസം അവിടുത്തെ ബ്രിട്ടീഷൻസിന് കിട്ടിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 3-4 മക്കളുണ്ട്. അവരൊക്കെ അവിടുത്തെ ബഹ്റൈനിലാണ്, മലയാളികളാണ്. പലരും പോലീസിന് ജോലി ചെയ്യുന്നവര്. ആ വീട്ടിൽ തന്നെ ഭക്ഷണത്തിനുണ്ട്. അദ്ദേഹത്തിനോട് അവർ വർക്കത്തിനുണ്ട് തോന്നാറ്. ഞാൻ താല്പര്യത്തോടുകൂടെ പറയാനുള്ളത്, അദ്ദേഹത്തിന് 11 പേർക്കുട്ടികൾ അവിടെ, 10 ആൺകുട്ടികളൊക്കെ. ഏകദേശം ഒരു 10-12 വയസ്സിന്റെ താഴേക്കാണ്. വിശ്വസിക്കൊന്നും അറിയില്ല. ആ കുട്ടികൾക്ക് ഫുൾ മൗലൂദ് കാണാതാണ്. വെയ്ത്ത് മാത്രമല്ല ഹദീസ് പോയി. വെയ്ത്ത് മാത്രമല്ല ഹദീസ് പോയി. നമ്മുടെ ചില ഈ മുതൊക്കെ ചെന്ന ആളുകൾ മൗലൂദ് കഴിഞ്ഞാൽ പിന്നെ ഒരു ദീർഘമായ വെയ്ത്ത് തവസ്സുൽ വെയ്ത്തല്ല. ഖദീജ ബീവിയെയും ഫാത്തിമ ബീവിയാവുന്ന ബത്തൂലിനെ പറഞ്ഞു അത് കാണാതെ അറിയുന്നത്. ഞാൻ കഴിഞ്ഞ നട്ടിയോടുകൂടെ 11 മക്കളൊന്നാണ് തുടങ്ങി ഓക്കെ. ഞാൻ നിഷ്പ്രഭനായി അത് ചെല്ലാൻ പറ്റുന്നില്ല. എനിക്ക് ഇത് കാണാതറിയില്ല. അത് വിദ്യാഭ്യാസം നോക്കിയാൽ കാണുന്നില്ല. ഇല്ലാത്തൊരു കൗതുകം തോന്നി. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒപ്പം പോകുന്ന രവീന്ദ്ര സഹോദരനോട് പറഞ്ഞു, ഒരു കുട്ടി ഫോൺ വെച്ചിട്ടുണ്ടോ സ്ഥാനം. ഞാൻ പറഞ്ഞാല് കടയാണ്. കടയുണ്ടോന്ന് അറിയില്ല. വീട്ടിനകത്തുള്ള എല്ലാ സ്ത്രീകളും വട്ടത്തിൽ നിന്ന് സ്ക്രീനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാള് പാത്രം കഴിക്കാൻ പോകില്ല, ഒരാള് ഭക്ഷണം കഴിക്കാൻ പോകില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോ വെള്ളം കൊടുക്കുവാനാണോ അത് കയറിയിരിക്കുന്നത്? ഞാൻ വന്നപ്പോ താഴെ പള്ളിയിൽ അപ്പുറത്തെ പള്ളിയിൽ തിരുമണമൊക്കെ കയറ്റിരുത്തിയിട്ടുണ്ട്. പരിപാടി സംഘടിപ്പിക്കാൻ തന്നെ 10-15 ആൾക്കാർ ശരീരത്തിനും 10 ആൾക്ക് വരുമാനമായിരുന്നു. ഞാൻ വീട്ടിലെ പരിപാടിക്ക് ഉമ്മയുടെ നേതൃത്വത്തിൽ ഈ 4 മക്കളുടെ ഭാര്യ
പോലെ എല്ലാ മുതലടികളിടത്തും ഇതിനൊക്കെ പറ്റുന്നർത്ഥം. അപ്പ അപ്പയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ഇതിലേറെ മനോഹരമായിട്ടുള്ള മക്കളൊക്കെ ആത്മീയമായി സഞ്ചരിക്കുമെന്നർത്ഥം. ആ കുട്ടികൾ ഏത് ക്യാമ്പസിൽ പോയാലും ഏത് യുക്തിവാദി അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അവരുടെ ആശയം മാറുക, അവരുടെ ആദർശം തിരുത്താൻ ഭൂലോകത്ത് ഒരു അബൂജഹലിന് സാധിക്കില്ല. നമ്മൾ അന്തമുണ്ട് നടത്തുക. 3 മാസം 4 മാസമാകുമ്പോൾ കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ വേണ്ടി ഫോൺ വെച്ചു കൊടുത്തിട്ട് എന്നിട്ട് കണ്ണും കേടുവന്നു അപ്പാവും നശിച്ചു എല്ലാ ദിവസവും കണ്ടുപിടിച്ച് നേരത്തെ 3-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഞാൻ പറഞ്ഞില്ല, ഏകദേശം 7 വയസ്സ് 8 വയസ്സുള്ള കുട്ടി. അതുപോലെ മനസ്സ് തകർന്ന് വൃത്തികേട് മാത്രം ശീലിച്ചു തലമുറ വാർത്തകൾ ഈ മാതാപിതാക്കളാണ് കഠിനമായി അധ്വാനിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലായിടത്തും പറയേണ്ടത് നന്മകൾ ഇങ്ങനെ തിന്മ അതില്ലെങ്കിൽ നിങ്ങളുടെ കാറ്റ് പോകുന്ന പറയുന്നുണ്ട്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എന്ന് പറയുന്ന ഹദീസ് അധ്യായം വിശദീകരിച്ചുകൊണ്ട് ആമുഖത്ത് പറയുന്നുണ്ട്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും എടുത്തു പോയാൽ ഈ ദീനിന്റെ ചൈതന്യം നശിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണം, ഈ ദീനിന്റെ ഇസ്സത്ത് പോയി പോകുന്നു. അതിന് ധൈര്യമില്ലാത്ത സമൂഹമായി നമ്മൾ മാറുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വീട്ടിൽ വിവാഹം നടക്കുമ്പോൾ രാത്രി എന്ത് തോന്നിയാസം നടന്നാലും പള്ളിയിൽ 1-ാം സ്വത്തിൽ ഇമാമിന്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന ആചാര്യ അതിനോട് സമരസപ്പെടുകയാണ്. കുട്ടികളല്ലേ എന്ന് പറയാണ്. പുതിയ കാലത്ത് ഇങ്ങനൊക്കെ തന്നെ അല്ലേ എന്ന് പറയാണ്. ഇതൊന്നും അല്ല എന്ന് തെളിയിച്ചു കൊടുക്കാൻ തന്റെ ഇടം നമുക്ക് വേണം. 4 ടീം നടക്കും, അതോടുകൂടെ സംഗതി ശരിയാവും. 4 ടീം ഒന്ന് ഇടപെട്ട് നോക്കൂ, സംഗതി റെഡിയാവും. ഇതിനുള്ള പുതിയാപ്പിള ഇരിക്കുന്നിടത്ത് പുതിയാപ്പിളുടെ കുറെ കൂട്ടുകാർ കയറിച്ച് നമ്മുടെ ജില്ലയിൽ ഒരു തൊഴിൽ എന്നിട്ട് പെണ്ണിനെ ചാരിയിട്ട് പൂരോ കൊണ്ട് ഞെക്കിയിട്ടൊക്കെ അവർ ഡാൻസ് ഇടാൻ ആൾക്കത്തന്നെ അവർ തെറ്റിച്ച സംഗതി വളർന്നുള്ള രീതിയിൽ അമ്മായും മാപ്പി എല്ലാവരും പറയുന്നതിൽ കുറേശ്ശെ കടങ്ങാട്ടുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു ഡാൻസ് ഇടാൻ. ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലാത്തവരെ വലിയ ചെരുപ്പും കൊണ്ട് സ്റ്റേജിലേക്ക് കയറി 2-3 കുതിരകളെ പടപടാന്നത് പൊളിച്ചു. അതോടുകൂടെ മറ്റേ സ്റ്റെപ്പിലൂടെ എല്ലാവരും ഇറങ്ങിക്കൂടി സ്റ്റേജിൽ ഉമ്മിയാണ് ചെയ്യാൻ പറ്റില്ല. JCBന്റെ ഇതിന് ചാണകം വാരിയ JCBന്റെ കഴുകാത്ത കൊട്ടയെ പുതിയാപ്പള്ളിയിൽ കൊണ്ടുവരുമ്പോ അത് സഹിക്കാൻ നാട്ടിലെ മൊത്തം ആളുകൾ തയ്യാറാവുക. എന്താ ഇതിന്റെ ഒരു ബോധം? കള്ളച്ചാപ്പിലേക്ക് സ്വാഗതം ബോർഡ് വെച്ചിട്ട് പുതിയാപ്പള്ളിനെ അറമാനയിൽ നിർത്തിയിട്ട് പെണ്ണിന്റെ കയ്യിൽ കയറും കെട്ടിക്കൊടുത്തിട്ട് വലിച്ചുകൊണ്ട് പോകാൻ പറയാം. പെണ്ണ് നിലവിളിച്ചു കപ്പലുകൊണ്ട് മുഖം തുടച്ച് നേരം വെളുപ്പോൾ ആ പെണ്ണിനെ പൊട്ടിയിട്ടിട്ട് 4-5 കളർ പിടിച്ചിട്ട് ഡിസ്പ്ലേക്ക് എല്ലാവരും തോന്നുന്നു. ഒപ്പം നിൽക്കാൻ ചാരി നിൽക്കാൻ ഫോട്ടോ എടുക്കും. SSLC പഠിച്ചു, KG-യിലൊപ്പം പഠിച്ചു, ഇപ്പൊ പഠിക്കുന്നു. അയൽവാസികൾ, കുടുംബക്കാരെന്ന് പറഞ്ഞ അമ്മായിന്റെ മൂലം മൂത്തമാല കുടുംബക്കാർ പെണ്ണിനെ തൊടാൻ പറ്റും, കാണാൻ പറ്റും. കുടുംബ സംഘം മാലിന്യ ദിവസം നടക്കുന്നു. കരിമനക്കൽ കുടുംബ സംഘം ഓരോന്നോരോന്നും ഇതൊരു 80% ബസ്സുകളിൽ കാണാൻ പറ്റുന്നവരായിരിക്കും. എന്നിട്ട് കാണാം, ഡാൻസ് ചെയ്യാം, കൂട്ടിപ്പിടിക്കുക, ഷെയ്ക്കാൻ കൊടുക്കുക, അഡ്രസ് കൈമാറുക, ഫോൺ നമ്പർ കൈമാറുക, ഗ്രൂപ്പ് രൂപീകരിക്കുക, അതിലൊന്നും ചർച്ച നടത്തുക. അവസാനം ഭീമിലേക്ക് വേറൊരുത്തന്റെ ഓളുമായി കുടുംബത്തിൽപ്പെട്ട വേറൊരുത്തൻ ചാടിപ്പോകും. ഇതെല്ലാം സഹിക്കാനായിട്ടൊരു തലമുറ. പിന്നെ എന്ത് നമ്മുടെ ഈ പിന്നെ എവിടെ നമ്മുടെ തീ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അള്ളാന്റെ റസൂൽ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് മനസ്സിലാക്കുക. അതിന് പറ്റും വിധത്തിലേക്ക് നമ്മൾ വളർന്നു വരികയും അതിന് പറ്റുന്ന വിധത്തിലേക്ക് നമ്മൾ വളർന്നു. കുറച്ച് ഇൽമ വേണ്ടി പുതിയ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരു തന്തവൈമ എന്ന് പറയുന്നത് വേണ്ടിയായിരിക്കും പറയാൻ സാധ്യതയില്ല. നമ്മുടെ ഇൽമിൽ തീരെ അപ്ഡേഷൻ നടക്കുന്നില്ലെങ്കിൽ സുന്ദസ് വായിക്കേണ്ടി വരും, സുന്ദത്ത് വായിക്കേണ്ടി വരും. നിരന്തരമായി വർദ്ധിപ്പിക്കേണ്ടി വരും. അതെന്താ വലിയ മോശം പരിപാടിയാണ്. ഇൽമ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിന്റെ ശക്തി കൂടും, അതനുസരിച്ച് നമുക്ക് ആരോഗ്യം കൂടും, ആയുസ് കൂടും.
അതൊന്നും ഞാൻ പറയണില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു സംഗതി മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് നന്മ ലഭിക്കാനും തിന്മ വിരോധിക്കാനും തന്റെ ഒരു സമൂഹം അതെന്റെ ഉമ്മത്തികളാക്കണം. പഴയ മറുപടി തന്നെ നൽകിയ അങ്ങയുടെ ഉമ്മത്തികളാണ് പിന്നീട് വരാൻ പോകുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തികളാണ്. 16ഓളം കാര്യങ്ങൾ സൂറത്തുൽ അറാഫിൽ 54 വിശദീകരിച്ച് ഇമാം ഖത്താദയിൽ നിന്ന് ദീർഘമായി ഉദ്ധരിക്കുന്നുണ്ട്. അവസാനം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ നബിയുല്ലാഹി മൂസാ അലൈഹിസ്സലാം തന്റെ പ്രാർത്ഥനയുടെ രീതിയും ഭാവവും മാറ്റിയിട്ട് പിന്നീട് നടത്തുന്ന പ്രാർത്ഥന നമുക്ക് പ്രചോദനമാകണം. അല്ലാഹുമ്മ ജഅൽനി വാഹിദൻ മിൻ ഉമ്മത്തി മുഹമ്മദ്. റബ്ബേ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളായിട്ട് എന്നെ ഒന്ന് സ്വീകരിക്കാമോ? ഇസ്രായേലിലെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ കുറെ ശ്രേഷ്ഠവാന്മാരുണ്ട് എന്ന് പറഞ്ഞ് മഹാനായ ഉദാഹരണമായി നമ്മുടെ മുമ്പിൽ വെച്ച അല്ലാഹുവിനോട് സംസാരിച്ചു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേലിന്റെ ശ്രേഷ്ഠ പ്രവാചകർ മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇടയിൽ 10,000-ലധികം നബിമാർ വന്നു. എല്ലാവരും പ്രചരിപ്പിച്ചത് മൂസാ നബിയുടെ ശരീഅത്താണ്, മൂസാ നബിയുടെ തൗറാത്താണ്. അത്രമേൽ ശ്രേഷ്ഠനാകുന്ന മൂസാ അലൈഹിസ്സലാം ഞാനും നിങ്ങൾ വണങ്ങുന്ന ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഒരാളാവാൻ വേണ്ടി ദുആ ചെയ്തു. ഇനി എങ്ങനെ മാനലോട്ട് നടക്കണമെന്ന് നമ്മളൊന്ന് ആലോചിച്ചു അവസാനിപ്പിക്കാൻ പോകണം. ഇനി എങ്ങനെയാണ് നമ്മൾ തോന്നിയാസങ്ങളാവേണ്ടതാണെന്ന് റബ്ബിനോട് ഒന്ന് ഉറക്കെ റബ്ബിനെ ആലോചിച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കി. ആ റസൂലിന്റെ തീരുമാനം നമ്മുടെ ഇഷ്ടവും നമ്മുടെ അഭിഷ്ടവും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ താല്പര്യവും എതിരാകുമ്പോ ആ റസൂലിന്റെ താല്പര്യത്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകുന്നത് എന്ന് ഉമ്മമാരും സഹോദരിമാരും ഒന്ന് ആലോചിച്ചു. ഉമ്മാനെ പറ്റിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരി, അപ്പാനെ പറ്റിക്കാൻ പറ്റും പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. പക്ഷെ പടച്ച റബ്ബിനെ പറ്റിക്കാൻ നമുക്ക് സാധ്യമല്ലെന്നറിയാം. നമ്മുടെ ഹൃദയത്തിന്റെ മർമ്മരം മുതൽ കണ്ണുകളുടെ സ്വകാര്യ ദർശനം വരെ പടച്ച റബ്ബിനറിയാം. അവൻ അതേക്കുറിച്ച് ചോദിക്കുന്നു. എന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് അവിടെ പെയ്തരും ഓരോരുത്തരുമായി ഇതെന്തൊരു പുസ്തകമാണെന്ന് വിലപിക്കും. ഞാൻ സ്വകാര്യമായി ആരും ഇല്ലാത്തടത്ത് വെച്ച് എന്റെ റൂമിന്റെ ഉള്ളിൽ കഥകടച്ച് ജനലടച്ച് ഉറക്ക ഫാനും മേസിയും വെച്ച് ഞാൻ കണ്ട എന്റെ മൊബൈൽ ഫോണിലെ അശ്ലീലങ്ങൾ എല്ലാവരും റിപ്പോർട്ടുണ്ടല്ലോ എന്ന് റബ്ബിന്റെ മുമ്പിൽ വിലപിക്കുന്നതിനും ആ ദിനത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കണ്ണും കാതും ശരീരാവയവങ്ങളും സൂക്ഷിച്ച് ജീവിക്കാനാണ് റബ്ബ് പറയുന്നത്. സൂറത്തുൽ ഇസ്രാഈലിന്റെ 36-ാമത്തെ ആയത്ത് വായിച്ചു. നമ്മുടെ കണ്ണ് കാത് കാഴ്ച കേൾവി ഇതിനെ കുറിച്ചൊക്കെ റബ്ബ് പറഞ്ഞു. അതൊരു കുട്ടിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളൊരു വലിയ പരീക്ഷ ഹാളിലാണ്. ഈ ഒരു പരീക്ഷ ഹാളിലാണ് നമ്മൾ പരീക്ഷയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മൾ പരീക്ഷ ഹാളിലാണ്. SSLC പരീക്ഷ 2-2.5 മണിക്കൂർ കൊണ്ട് തീരുന്നു. മറ്റു പരീക്ഷകളൊക്കെ അതിൻ്റെതായ സമയത്ത് തീരുന്നു. ജീവിതം എന്ന പരീക്ഷ തീരാതെ ആനന്ദമായി ഞാൻ നിങ്ങളൊരു പരീക്ഷാളിലാണ്. പരീക്ഷാളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ എത്രമേൽ ശ്രദ്ധാപൂർവം എത്രമേൽ ഗൗരവത്തോടു കൂടെ ഉത്തരം എഴുതാൻ ശ്രമിക്കുന്നു, അതിലേറെ ഗൗരവത്തിൽ ഈ ജീവിതത്തിന്റെ പരീക്ഷയിൽ നമ്മൾ ഉത്തരം എഴുതാൻ ശ്രമിക്കണം. സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വാക്യം الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ആരാ നല്ല പ്രവർത്തനം നടത്തുന്നതെന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണത്തെയും ജീവിതത്തെയും പടച്ചവർ. മരണത്തെയും ജീവിതത്തെയും പടച്ചവർ. അതിന്റെ മുമ്പ് ജീവിതം മരണം, അതിന്റെ ശേഷമുള്ള ജീവിതം. മുൽക്കിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് അതിന്റെ മുന്നേ ജീവിതം നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം. എന്തുകൊണ്ട് ഖുർആൻ അതേക്കുറിച്ച് പറഞ്ഞില്ലെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഭാഗം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ ജീവിതത്തിന് ഒരു മൂല്യമില്ല എന്നാണ്. അത് പറയാൻ മാത്രം അർഹമല്ല എന്നാണ്. ഈ ജീവിതത്തെ കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. മരണം അതൊരു പരമമായ അതിന്റെ ശേഷമുള്ള ജീവിതം. ആ ജീവിതത്തെയും മരണത്തെയും റബ്ബ് എന്തിനും പഠിച്ചു. ആരാണ് നന്നായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ. അതുകൊണ്ടാണ് നമ്മളൊരു പരീക്ഷ ആളിനാണ് പറഞ്ഞത്. ഈ മഹാപ്രപഞ്ചം
വിശാലമായ ഹാളായി സങ്കല്പിക്കുന്നത്. നമ്മളൊക്കെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന SSLC വിദ്യാർത്ഥികളായിട്ട് സങ്കല്പിക്കുന്നത്. നമ്മുടെ പരീക്ഷ നടത്തുന്നത് പറ്റിക്കാൻ പറ്റുന്ന ടീച്ചറല്ല, മാഷല്ല. നേരെ മറിച്ച് ശ്രദ്ധിക്കാതെ രേഖപ്പെടുത്താത്ത ഒരക്ഷരം നമുക്ക് ഉരിയാടാൻ കഴിയില്ല. ഒരു ചെറിയ പ്രവൃത്തി പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് ഖുർആൻ ഉറപ്പ് നൽകുന്ന വളരെ മുതിർന്നവരായ ശ്രദ്ധാലുക്കളാക്കുന്ന മലക്കുകളായി പരീക്ഷ. അവരെ സോപ്പടിച്ചിട്ട് മാർക്ക് തോന്നാൻ പറ്റും ഇല്ല. അവരെ പറ്റിക്കാനോ സോപ്പടിക്കാനോ കൈമടക്ക് കൊടുത്തിട്ടോ ജയിക്കാൻ കഴിയുന്നതാണ്. പിന്നെ എന്ത് ചെയ്യണം? ശ്രദ്ധാപൂർവം ഈ പരീക്ഷണത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റണം. ഇത്തിരിയൊക്കെ പ്രവർത്തിച്ച് തിരക്കിടില്ലാതെ ചെല്ലുന്നവരുണ്ടെങ്കിൽ ലളിതമായ മനസ്സിലേക്ക് തിരിച്ചു വരണം. അദ്ദേഹം പറയുന്നുണ്ട്, എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ട് തർക്കടില്ല ഞാനെന്ന് വിചാരിക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂലെ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചു പോകും. ചെയ്യാത്ത കാര്യങ്ങൾ കൊണ്ട് പുകഴ്ത്താൻ പോലും അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും. അവർ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് ഒരിക്കലും വിചാരിക്കുന്നത്. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും പോകുന്ന സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗം പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് തോറ്റുപോയവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഈ ദുനിയാവിന് വേണ്ടിയുള്ള പ്രവൃത്തിയിൽ അവരുടെ അമലുകളെല്ലാം പാഴായിപ്പോയി. ദുനിയാവിന് വേണ്ടിയുള്ള അധ്വാനം, ദുനിയാവിലെ അലങ്കാരങ്ങൾ സ്വീകരിക്കാനുള്ള ശ്രമം, ദുനിയാവിൽ സന്തോഷം തോന്നുമെങ്കിൽ എത്ര സിനിമ കണ്ടാലും കുഴപ്പമില്ല. ദുനിയാവിൽ ചെറിയ എന്തോ ഒരു സന്തോഷം കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചാൽ കുഴപ്പമില്ല. നിസ്കരിക്കും, നോമ്പൊക്കെ എടുക്കും, നാട്ടിലെ പ്രമുഖനായിരിക്കും, ഉറങ്ങാൻ ഇത്തിരി കുടിക്കും. കുറെ ആളുകൾ വേറെ കുറെ ആളുകൾ പറയുന്നതാണ് നിസ്കരിക്കും, നോക്കുന്നു. പക്ഷെ സിനിമ എന്റെ പ്രൊഫഷനാന്ന് പറയും, പലിശക്ക് കൊടുക്കൽ എന്റെ പ്രൊഫഷനാണെന്ന് പറയും. അല്ലെങ്കിൽ ഹറാമായ സാധനങ്ങൾ വിൽപ്പനയ്ക്ക് കൊടുക്കൽ അതെന്റെ ജീവിത രീതിയാണ്, പദ്ധതിയാണ്, ജീവിത മാർഗമാണെന്ന് പറയും. കുറെ എന്തൊക്കെയോ പ്രവർത്തിച്ചു തർക്കടില്ലാന്ന് വിചാരിച്ചു. ചെറുപ്പ് പറയാണ്, ഈ ദുനിയാവിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ അവരുടെ എല്ലാ ശ്രമങ്ങളും പാഴായി പോകുന്നു. കുറെ ആളുകൾ ബിസിനസ്സാണ്, ബിസിനസ് കൊണ്ട് 10-16 പെട്രോൾ പമ്പുണ്ട്, 10-25 പെർഫ്യൂമിന്റെ കടകളുണ്ട്, കുറെ നട്സിന്റെ ഫാക്ടറികളുണ്ട്, നട്സിന്റെ കടകളുണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, വർക്ക് ഷാപ്പുകൾ 4-5 അമേരിക്കയിൽ നിന്ന് യൂസഡുകാർ ഒമാനിലേക്ക് ഇറക്കിയിട്ട് വിതരണം നടത്തുന്നുണ്ട്. ജോലി പരിപാടികളാണ്. അതിനിടയ്ക്ക് നിസ്കരിക്കാൻ പലപ്പോഴും സമയം കിട്ടലില്ല. അബദ്ധത്തിൽ ഫോക്കസ്കരിച്ചാലും സുന്നത്തിന് നേരെ പാദത്തെ ബദറിയൊക്കെ വരില്ല. ഓരോ റബിയുടെ ഉപരായിട്ടോ നോക്കിയിട്ടോ അങ്ങനത്തെ സദസ്സിൽ ഇരുന്നിട്ട് പോലും തിരക്കാണ് തിരക്ക്. ദുനിയാവിന് വേണ്ടിയുള്ള അധ്വാനത്തിൽ അവരുടെ ശ്രമങ്ങളെല്ലാം പാഴായി പോയിരിക്കുന്നു. മക്കളോട് നന്നായിട്ട് സംസാരിക്കാൻ വയ്യ, ബിസിനസ്സാണ്. ഭാര്യനോട് നല്ലവണ്ണം വർത്താനം പറയാൻ നേരം കിട്ടുന്നില്ല, ബിസിനസ്. ഗൾഫിലെ കണ്ടുപിടിച്ച് 10 മണിക്ക് രാവിലെ അതൊരു മീറ്റിങ്ങിലാണ്, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. 3 മണിക്കൂറായിട്ട് വിളി കാണുന്നില്ല. അപ്പോൾ 1 കൂടെ അടിച്ചു. ഒത്തിരി ഗൗരവത്തിൽ നിന്നോട് പറഞ്ഞാൽ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. 3 മണി 4 മണിയായി വിളിക്കുന്നില്ല. 1 കൂടെ അടിച്ചു. ഒരൊറ്റ പൊട്ടിത്തെറി. കുതിര എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചോദിച്ചിട്ട് കുതിര എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജന്തു പോത്താടി പറഞ്ഞിട്ട് ഈ കുതിര ഈ പോത്തിന് സംസാരിക്കാൻ മറ്റേ പോത്തേ ഉള്ളൂ. അടുത്ത മീറ്റിംഗിൽ കുറെ ആൾക്കാരാണ്, വെള്ളം കൊണ്ടുവരാനാണ്, കൈയെടുക്കാനും കെട്ടിപ്പിടിക്കാനും ആളുകളാണ്, മറ്റു പല പരിപാടികളുണ്ട്. യാത്ര പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളെങ്കിലും അതിലൂടെ ഇങ്ങനെ തീർന്നിട്ട് പണം ഉണ്ടാക്കുന്നതിനുള്ളൊരു സന്തോഷം വരുന്നുണ്ട്. പക്ഷേ ഭർത്താവിനെയായിരുന്നു അവൾക്ക് ആഗ്രഹം, അല്ലാതെ ATM മെഷീനെ അല്ലായിരുന്നു. ATM മെഷീനല്ല അവൾ കിട്ടിയത്, അവള് ഭർത്താവിനെ കിട്ടിയതായിരുന്നു. കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനും സംസാരിച്ചിരിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും ഗർഭാവസ്ഥ സമയത്ത് ഡോക്ടറെ കാണിക്കാനും ഞാൻ ബടാബടാ സമ്പന്നന്മാർ മാത്രമുള്ള ഒരു വേദിയിലാണ് പരിപാടി കഴിഞ്ഞ് പറയാൻ എന്നോട്
ഭാര്യനെ മെയിലിയാത്തിനെ പറ്റി പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ആകെ വികാരം തരരുതെന്നോട് എന്നോട് 5 വട്ടം വിളിച്ചു. ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ പറഞ്ഞാൽ മതി ചെയ്തത്. അത് ഞാൻ വിളിക്കണോ എന്നോടല്ല ഉദരം ഞാൻ വിളിക്കാൻ പറഞ്ഞു. അവസാനം മുന്നേങ്ങാനും വിളിച്ച കണ്ടോണ്ട് ഞാൻ താക്കിയത് കരഞ്ഞു. ഓടി വന്നാൽ അങ്ങനെ പരിപാടി പോകുന്നത് എൻ്റെ ഇടയിൽ നിന്ന് പോയി അവിടെ പോയിട്ട് ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാനുള്ള പാട്ട് പാടിയപ്പോൾ മടക്കയറ്റിൽ മൊത്തം ആളുകളോട് പോകുന്നു. ജീവിതം ഇതൊന്നും സുന്നത്ത് സ്വീകരിക്കാൻ പറ്റാതെ എന്തിന് സമ്പാദിക്കണം? അത്രയും ബഹുമാനപ്പെട്ട ചോദിക്കണ മാതിരി എന്തിന് സമ്പാദിക്കണം? എന്തിന് സമ്പാദിക്കുന്നു? ഒന്ന് ചെല്ലാൻ പറ്റുന്നില്ലേ? റസൂലിന്റെ പേരിൽ ഒരു ദിവസം 100 സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നില്ലേ? പിന്നെ എന്തിന് സമ്പാദിക്കുന്നു? ജീവിക്കാനുള്ളതൊക്കെ പോരെ നോക്കണം. എത്രയും സമ്പാദിക്കാം. ഇസ്ലാമിലെ വിലക്കൊന്നുമില്ല. പക്ഷെ മതത്തിൽ അതുകൊണ്ട് വിരുദ്ധരാണ്ടാവാൻ പാടില്ല. നമ്മളെ ദുനിയാവുന്ന അതുകൊണ്ട് ഖുർആൻ പറയുന്നത് നല്ല അധ്വാനം മുഴുവനും ഈ ഒരു ദുനിയാവിന്റെ പവിത്രതയിൽ തെളിവ് പോകുന്നു. പടച്ചറപ്പ അവർക്ക് ഒരു വിലയും കൊടുക്കില്ലെന്ന് ഖുർആൻ തുടർന്ന് പറയുന്നത്. അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ നല്ല ശ്രദ്ധ, നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ നല്ല ബോധം, അവർക്ക് നല്ല രീതി പറഞ്ഞു ചേർത്ത് നിർത്തി അവരെ നമ്മൾ ആദ്യം നമ്മുടെ മക്കളോടൊപ്പം വാത്സല്യം കാണിക്കണം എന്നുള്ളതൊന്നും പറയും. വാത്സല്യം കാണിക്കാൻ ഞങ്ങളുടെ സ്കൂളിൽ ഒരു ടൂറുണ്ട്. 5000 രൂപയാണെന്ന് വാപ്പാർക്ക് മെസ്സേജ് എടുത്തപ്പോൾ ഭാര്യനെ വിളിച്ചിട്ട് 5000 നല്ല പേരുണ്ടോ കൊടുത്തത് ചായ കുടിക്കേണ്ടി വരും. ഇതാണ് വാത്സല്യം. ഇതാണ് വാത്സല്യം. തെറ്റിദ്ധരിക്കരുത്. വത്സെന്നുള്ള സംസ്കൃതത്തിൽ നെഞ്ചെന്നാണ് അർത്ഥം. വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ച് ചേർത്ത് നിർത്താനാണ് വാത്സല്യം. ഒക്കെ പറ്റില്ല. അതുകൊണ്ട് പറ്റുന്നില്ലേ? നമ്മൾ ചേർത്ത് വെക്കണം. അവന് വേണ്ടി മാത്രം നോക്കില്ല. ഭാര്യനോട് 1.5 മണിക്കൂർ വീടിന്റെ അടിയിൽ പക്ഷേ ആരുടെയൊക്കെ സിമ്പിളാണ്. ഒന്നും കൊടുത്താൽ പറയരുത്. മനസ്സിലാവുന്നു. മോനോട് ചോദിക്കണം. അടുത്ത് നിർത്തണം. പഠനത്തെ കുറിച്ച് ചോദിക്കണം. അവനെ നോക്കിയിരുന്നേന്ന് അവനെ ഏൽപ്പിക്കണം. അവന്റെ യോഗ്യത നമ്മൾ അംഗീകരിച്ചു. അവൻ തന്നെ നമുക്ക് നമ്മൾ നന്നായിട്ട് ചെല്ലുന്ന നിലക്ക് തുടങ്ങരുത്. എന്നും ഒരേ ഫോർമാറ്റ് ചെയ്ത് അറിയരുത്. തുടങ്ങുമ്പത്തിന് മോനെ വാക്യം പറയും. എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ചേർത്ത് നിർത്താൻ നേരെ കഴിയുന്നവർ ചേർത്ത് നിർത്താൻ വേണം. അപ്പോഴാ മൺകൊണ്ടി കയറിയിട്ടുണ്ടോന്ന് അറിയണത്. വൈകുന്നേരം വരുമ്പോൾ കല്പം പടക്കുന്നുണ്ടോ അങ്ങനെ അറിയുന്നില്ല. നല്ല മൗത്തുഭാഷ ഉപയോഗിച്ച് വായിക്കും കഴുകി സ്മെല്ലൊക്കെ കളഞ്ഞ് ഇനിയും ഞാൻ ഈ സ്മെല്ലുണ്ടെങ്കിൽ അത് വരുന്നതിലേക്ക് ചീക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണിന് ഭയങ്കര സ്ട്രോങ് ഹൈഡ്രോക്സിൻ പലവട്ടം ഇറ്റിച്ച് കണ്ണിട്ട് വെളുപ്പിച്ചിട്ടാണ് വരിക. നല്ല മറ്റ് സർഫിട്ട് വേഗമായി മരുന്നുണ്ട്. ചോപ്പൊന്നും ഉണ്ടാവില്ല. അവിടെ പരിസരത്താണ് ഒരു സ്കൂളിൽ 5 മണി 6 മണിയാണ് കുട്ടികളെ പോവാത്ത നാട്ടിൽ ശ്രദ്ധിക്കുന്നത്. പോയി നോക്കുമ്പോൾ എന്താണ് പലരും മങ്ങി